നമ്മളുടെ 11 മണിക്കത്തെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ്. പല പ്രാവശ്യവും അവസരം വെച്ച് നീട്ടി. പക്ഷേ അവസരങ്ങളൊക്കെ എനിക്ക് അനവസരത്തിലാണ് അവസരങ്ങൾ കിട്ടിയത്. യാത്രയിലായിരുന്നു, ഓട്ടോ സ്റ്റേഷനായിരുന്നു, അങ്ങനെയുള്ള സമയങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നും 6:15 പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടായിരുന്നു റെഡി ആയിട്ടിരുന്നത്. രാവിലെ സ്റ്റാർ ആൻഡ് അബോ മീറ്റിംഗിൽ ഗിരീഷ് സാറ് അനൗൺസ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് 11 മണിക്കാണെന്ന്. എനിക്ക് 11 മണിക്ക് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, അത് പിന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് പറയണം എന്നാണ് ജിഷ മാഡം പറഞ്ഞത്. എക്സ്പീരിയൻസ് ബോറിംഗ് ആണ് ചിലപ്പോഴൊക്കെ ആ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് വർക്ക് ചെയ്യാൻ ഈ ഒരാൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ. ഞാൻ എപ്പോഴും ഇൻസ്പയർഡ് ആകുന്നത് ഈ ഒരു സെന്റൻസിലൂടെയാണ്. വണ്ടി ഓടിക്കാൻ അറിയില്ലാഞ്ഞ സമയത്ത് റോഡിലൂടെ പെൺപിള്ളേര് വണ്ടി ഓടിച്ചു പോകുമ്പോ ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ. ആ ഒരു ചിന്തയിലാണ് ഓരോ പ്രാവശ്യവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമുക്കായിട്ട് പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല, നമ്മളെക്കാൾ അധികപ്പറ്റായിട്ട് മറ്റുള്ളവരുടെ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഓരോന്നും കിട്ടുന്ന ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ വ്യത്യാസം കൊണ്ടാണ് ഈ ഏറ്റക്കുറച്ചില്. 80%, 20% നമുക്കൊരു കണക്കുണ്ട്. ആ കണക്കൊക്കെ വന്നത് യൂട്ടിലൈസേഷൻ, സ്വയം ഒതുങ്ങി തീരുക, സ്വയം പല കാരണങ്ങൾ കണ്ടുപിടിച്ച് പിന്നോട്ട് പോവുക, മറ്റുള്ളവർ ചെയ്യട്ടെ, ഞാനൊന്ന് നോക്കി കാണട്ടെ, പരീക്ഷണമാകാൻ ഞാനില്ല, മറ്റുള്ളവർ പരീക്ഷണമാകട്ടെ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പുറകോട്ട് പോകാൻ കാരണമാകുന്ന. അവസരങ്ങൾ ഈക്വലി കയ്യിൽ കിട്ടിയ ഒരുപാട് ആൾക്കാരാണ് ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇരിക്കണ 167, 168 പേര്. പക്ഷെ ഇതില് മുമ്പിൽ വന്നവര് പുറയിൽ വന്നവര് എന്നൊന്നില്ല. ശരിക്കും കിട്ടിയത് കറക്റ്റായിട്ട് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവനവനോട് ചോദിച്ചാൽ മതി. ഞാൻ പോലും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ആ പൊട്ടൻഷ്യലിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ നമ്മളൊന്ന് ഉണർന്ന് എഴുന്നേറ്റാൽ നമ്മൾക്ക് എപ്പോഴും വേണ്ടുന്നത് ചാരാൻ ഒരു ചുവരാണ് വേണ്ടത്. ഒരു സപ്പോർട്ട് കിട്ടിയെങ്കിൽ, ഒരു തണൽ കിട്ടിയെങ്കിൽ. പക്ഷെ തിരിച്ചൊരു തണൽ മരമാവാനോ ചാരുന്ന ചുവരായി നിൽക്കാനോ നമുക്ക് എപ്പോ പറ്റുന്നോ അതുവരെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളുടെ ഏറ്റക്കുറച്ചിലുകളിലൂടെ. പിന്നീട് അങ്ങോട്ട് ഏറ്റങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു സമയം വരും. പക്ഷെ ആ സമയം വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ അതങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന കാര്യം. ഇപ്പൊ ശരിക്കും RCMന്റെ പ്ലസും മൈനസും നോ ബോസ് എന്നുള്ളതാണ്. അതുപോലെ നോ ക്വാളിഫിക്കേഷൻ. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും RCMൽ ഒരു ID എടുക്കാം. നോ ബോസ് ആയതുകൊണ്ട് ഡിസിപ്ലിൻ സ്വയം ഉണ്ടാക്കണം, തോന്നിയാ ചെയ്യണം, ആരും ചോദിക്കുന്നില്ല. അതേസമയം ബോസ് ഉള്ള ഒരു ജോലിക്ക് പോയാൽ 8 മണിക്ക് ജോലി സ്ഥലത്ത് എത്തണമെങ്കിൽ 3 മണിക്ക് വീട്ടമ്മ എഴുന്നേക്കണം, 5 മണിയാകുമ്പോഴത്തേന് പണികൾ തീർക്കണം. 5:30 മുതൽ യാത്ര ചെയ്ത് 8 മണിക്ക് ജോലി സ്ഥലത്ത് എത്തുന്ന സ്ത്രീകളുണ്ട്. വീട്ടമ്മയുടെ റോൾ കഴിഞ്ഞ് പ്രൊഫഷണലായി മാറി. അതൊരു കളക്ടർ ആയാലും കൊള്ളാം, അതിനപ്പുറമുള്ള ആളായാലും കൊള്ളാം. വീടിനകത്ത് സ്ത്രീ എപ്പോഴും വീട്ടമ്മ തന്നെയാണ്. ആ വീട്ടമ്മയുടെ റോള് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റ് പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടെയാണ് അവിടെ ചെന്നെത്താൻ അവർക്ക് പറ്റുന്നു. അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോഴും വീട്ടമ്മയാണ്. ഒന്നിച്ച് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ മകനോ മകളോ കൂടെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അമ്മ വൈകിട്ട് കഴിക്കാനുണ്ടാ. ആ സമയത്ത് അമ്മ കൂടെ ആയിരുന്നു, ഇത്രയും സമയം വെളിയിലായിരുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല. വീട്ടിലെ അമ്മയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. പുറത്തമ്മ ആയിരുന്നു എന്നുള്ള കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും സങ്കടം തോന്നും അങ്ങനെയുള്ള അവസരത്തിൽ. കാരണം എത്രമാത്രം റോളുകൾ നമ്മൾ മാറി മാറി നമ്മൾ അറിയാതെ വേഷങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിത നാടകത്തില് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ജീവിതത്തിൽ മുന്നേറണം, സമാധാനമായിട്ടും സന്തോഷമായിട്ടും കാലം കഴിച്ചു കൂട്ടണം, മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണം. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവര് വയറ്റിൽ ജനിക്കുമ്പോ മുതല് പ്ലാനും പദ്ധതിയും നമ്മൾ ഇടും. ഇപ്പൊ ഇന്ന് രാവിലെ ഗിരീഷ് സാറും മൂർത്തി സാറും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ, മക്കൾ അറിയാതെ തന്നെ മക്കളുടെ പേരൻസ്, അച്ഛനമ്മമാര് കരുതി വെക്കുന്ന സ്വത്ത് ഒരുപക്ഷെ മക്കള് അറിഞ്ഞുകൊണ്ട് അതിനെ വിനിയോഗിക്കും. അല്ല എങ്കിൽ ഔദാര്യത്തിൽ കിട്ടിയത് അതുകൊണ്ട് അതിനെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യും. പക്ഷെ അവരുടെ അടുത്ത തലമുറയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ അവരെന്ത് കരുതി വെക്കും? കോടീശ്വരന്മാരായ മക്കള്
സ്വത്ത് ഇഷ്ടം പോലെയുള്ള മക്കള് അവര് സമ്പാദിച്ചു വെക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചപ്പോൾ അവരതിനെ ധൂർത്തടിക്കോ ചെലവഴിക്കോ ചെയ്താൽ തങ്ങളുടെ ഭാവിയിൽ അല്ലെ നമ്മളുടെ അവസാനം ഈ ഒരു ജനറേഷൻ തന്നെ, എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഞാനായിട്ട് കരുതി വെച്ചത് എന്തുണ്ട്? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കരുതിയത് വിദ്യാഭ്യാസം എന്ന ധനമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. എന്റെ പേരൻസ് എന്നോട് പറഞ്ഞതും അത് തന്നെയാണ്. ഞങ്ങൾ കഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങളുടെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല. അതിന് ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണെന്നാണ് പറഞ്ഞത്. അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ഒരു ബലത്തിൽ മാത്രമാണ് ഞാൻ ഇന്നോളം ജീവിച്ചത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും നമ്മളോടൊപ്പം നിൽക്കണമെന്നില്ല. ഇപ്പം വിദ്യ ഉണ്ടായത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. 8ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവര് വലിയ വലിയ ലെവലിൽ ജീവിക്കുന്നു. 5ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവര് വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്നു. ഇതൊക്കെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങളാണ്. RCMലേക്ക് വരാം. RCMല് വീട്ടമ്മ മുതൽ പ്രൊഫഷണൽസ് വരെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. എഞ്ചിനീയറിന്റെ പ്രിൻസിപ്പൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവര് പലതുമാകാം. ഡിപ്ലോമ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സിൽ അലോപ്പതി ഡോക്ടേഴ്സ് വളരെ കുറവാണ്. ഹോമിയോ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടേഴ്സും വളരെ നന്നായിട്ട്, അവർക്ക് നന്നായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്ക് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ്, അവർക്ക് സ്വയം സന്തോഷം നേടാൻ. പക്ഷെ വളരെയധികം പേരൊന്നും നിർഭാഗ്യവശാൽ ആ ഒരു സാധ്യത മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയില് ഒരുപാട് പേര് മനസ്സിലാക്കുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവര് ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടിയും അവര് ചില കണ്ടീഷൻസിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒത്തിരി സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. മാഡം, ഇത് എന്താണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, മാഡത്തിന് ഇതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി തരാൻ പറ്റുമോ? ആ ഒരു ലെവലിലേക്ക് മാറുമ്പോൾ എവിടെ കിട്ടും ആ ഒരു സന്തോഷം? നമ്മൾ ചെയ്ത വിദ്യാഭ്യാസത്തിന്റെ ഗുണം തന്നെയാണത്. അതുപോലെ അത് യൂട്ടിലൈസ് ചെയ്തതിന് കൊണ്ട് മാത്രമാണ്. RCMൽ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ചോദിക്കുക. സ്വയം ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇമ്മീഡിയറ്റ്ലി ഒരു ആൻസർ പറയാൻ പറ്റുമെങ്കിൽ നല്ലത്. പക്ഷെ ആലോചിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കും, എന്തിനാ ജീവിക്കുന്നത്? സ്വയം എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയില്ലാതെ എന്തിനാണ് ജീവിക്കുന്നത്? രണ്ടും ഒരേ സെന്റൻസ് ആണ്, പക്ഷെ ചോദിച്ച ചോദ്യങ്ങളുടെ ടോൺ രണ്ടും ഡിഫറെന്റ് ആണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിലാണ് തിരിച്ചു ചോദിച്ചത്. ഇത് സ്വയം തിരിച്ചറിയാം. നമ്മൾ ജീവിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടി. ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ പറയും, ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ജീവിതം ആസ്വദിക്കുന്നവരാണ്, നമ്മുടെ കൂട്ടുകാരൊക്കെ ജീവിതം ആസ്വദിക്കുന്നവരാണ്. ഒരു കള്ളുകുടിയനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നത്? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇതെന്റെ ജീവിതമാണ്, ഇതെങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഞാനാണ് തീരുമാനിക്കുന്നത്. അതാണ് ഈ വൈവിധ്യത്തിന് കാരണം. കുട്ടികളെ പോലെ നിഷ്കളങ്കമായിട്ട് സന്തോഷിക്കാൻ വേണ്ടി ജീവിക്കുക. ഒറ്റ കാര്യമുള്ളൂ, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സന്തോഷം വേണം. RCMൽ 10-15 തരത്തിൽ ആ സന്തോഷം നമ്മുടെ കൂടെ എത്തും. ആരോഗ്യമില്ലാത്തവന് ആരോഗ്യം കിട്ടുമ്പോൾ സന്തോഷം. എനിക്ക് ആദ്യം കിട്ടിയ സന്തോഷം അതാണ്. ഞാൻ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് സപ്ലിമെന്റ്സ് ഉപയോഗിച്ചു. ആയുർവേദ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുള്ളത് എന്തെല്ലാം ഉണ്ട് അതൊക്കെ ഞാൻ ഉപയോഗിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ സെക്കൻഡ് സന്തോഷം, ആ ചെലവിട്ട പൈസയിൽ നിന്ന് ഒരു ചെറിയ വരുമാനം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ആദ്യത്തെ വരുമാനം 289 രൂപ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 3.5-4 ലക്ഷം രൂപ ബില്ല് ചെയ്ത് ഞാൻ തിരിച്ചു പോന്നപ്പോഴും എൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല. എനിക്ക് അവർ അക്കൗണ്ടിലേക്ക് ബാലൻസും ഒന്നും തന്നില്ല. ഇത് ആർക്കും കിട്ടണില്ല. ഹോസ്പിറ്റൽ എക്സ്പെൻസ്, മെഡിക്കൽ സ്റ്റോർ എക്സ്പെൻസ്, സൊസൈറ്റി, മറ്റ് മാളുകളിൽ പോയിട്ട് എക്സ്പെൻസ്, നമ്മുടെ സന്തോഷത്തിന് നമ്മൾ വാങ്ങിച്ചോണ്ട് വരുമ്പോൾ ആ ഒരു വൺ ടൈം റിലേഷൻഷിപ്പ് മാത്രമേ അവരുമായിട്ടുള്ളൂ. പക്ഷെ RCMന്റെ ഷോപ്പിൽ നിന്നും വാങ്ങുമ്പോൾ ആ വൺ ടൈം റിലേഷൻ അല്ല, ഒരു ലൈഫ് ടൈം റിലേഷൻഷിപ്പാണ് അവിടെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഫസ്റ്റ് സന്തോഷം നമുക്ക് കിട്ടുന്നത് ആരോഗ്യം കിട്ടുമ്പോൾ സന്തോഷം കിട്ടും. രണ്ടാമത്, ചെലവിട്ട പൈസയിൽ നിന്ന് തന്നെ വരുമാനം വരുന്നു. അത് രണ്ടാമത്തെ സന്തോഷമാണ്. ഇപ്പൊ അനുഭവിക്കുന്ന മൂന്നാമത്തെ സന്തോഷം, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പുതിയ പുതിയ ബന്ധങ്ങൾ കിട്ടുന്നു. നമ്മുടെ സ്വന്തക്കാര് നമ്മളെ തിരിച്ചറിയും. അറിയാത്ത സമയത്ത് പോലും നമ്മളുടെ സാമീപ്യം, നമ്മുടെ വാക്കുകൾ, അതിനൊക്കെ വില കൊടുക്കുന്ന ബന്ധുക്കളായിട്ട് പുതിയ പുതിയ ബന്ധുക്കൾ, നല്ല റിലേഷൻഷിപ്സ്. അത് അപ്പ് ലൈൻ ആവാം, ഡൗൺ ലൈൻ ആവാം, ലവ് ലൈൻ ആവാം, ആരും ആയിക്കോട്ടെ.
ഞാൻ തുടക്കം മുതലേ പറയുമായിരുന്നു എനിക്കൊരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് RCM എന്ന പാർട്ടി മാത്രം. അപ്പൊ എനിക്ക് ടീം ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് എന്റെ എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരർത്ഥമേ ഉള്ളൂ, എന്റെ ഫാമിലി മെമ്പർ, എന്റെ ഫാമിലി RCM ആണ്. അത്രയും ആത്മാർത്ഥമായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ സാധ്യതകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആർക്ക് പറഞ്ഞു കൊടുത്താലും ആര് രക്ഷപ്പെട്ടാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമേ ഉള്ളൂ. ഈ സന്തോഷം നമുക്ക് കിട്ടുന്നത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആൾക്കാർ ചോദിക്കുമ്പോൾ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. യഥാർത്ഥ അറിവ് കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്നത് എനിക്ക് ഇയാളോട് ചോദിച്ചാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഒരു വോയിസ് മെസ്സേജ് ആയാലും ഒരു കോൾ ആയാലും എനിക്ക് വരുന്നത്. 100% സിൻസിയർ ആയിട്ട് അതിന്റെ ആൻസർ കൊടുക്കും. ഞാൻ നേരെ മറിച്ച് തിരിച്ചു ചിന്തിക്കാണ്, ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് എന്ത് കാര്യം, എനിക്ക് എന്താ കിട്ടുക? പക്ഷെ തുടക്കകാലത്തിൽ അങ്ങനെ ചിന്തിച്ചു. ആ ചിന്ത TCG വരെ എത്തി. പ്രകൃതി അതിന് ഒരു മറുപടി തന്നു. ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു ചെറിയ ശതമാനം വാങ്ങിക്കാൻ നമുക്ക് ഇന്ന് അവകാശമുണ്ട്. നമുക്ക് ബോണസ് ആയിട്ട് തിരിച്ചു വരും. അപ്പൊ എവിടെ ബിസിനസ് വളർന്നാലും അത് ബോണസ് ആയിട്ട് കിട്ടും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രം, നമ്മുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ബോണസ് ലെവലിലാണെങ്കിൽ മാത്രം. എനിക്കത് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ കുഴപ്പമല്ല, അത് എൻ്റെ കുഴപ്പമാണ്. എൻ്റെ ബിസിനസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ സന്തോഷങ്ങൾ പലതരത്തിലാന്ന് പറഞ്ഞു. 1 ആരോഗ്യം, 2 വരുമാനം. വരുമാനം വരുന്ന മാർഗങ്ങളും ഏകദേശം എല്ലാവർക്കും അറിയാം. ഏറ്റവും പുതിയതായിട്ട് വന്നവർക്ക് മാത്രം അറിയില്ല. പക്ഷെ സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്നുള്ളതാണ്. ആരോഗ്യം എങ്ങനെയാണ് കിട്ടുക? നമുക്ക് RCMലൂടെ ആരോഗ്യം കിട്ടും. RCMൽ ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് എന്തെല്ലാം സാധനങ്ങൾ ഒരു വ്യക്തി ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം കിട്ടും. ഞാൻ ആദ്യം കാണുന്ന ഒരാളിനോട് RCM എന്താണെന്ന് എന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത്, ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ നമുക്ക് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത്, നോർമൽ ലൈഫിൽ RCMൽ വന്നു കഴിയുമ്പോഴാണ് എണ്ണ കുടിച്ച് ജീവിതം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ ആദ്യം ചെയ്യുന്നത് പല്ല് തേക്കലാണ്. നിങ്ങൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റും ബ്രഷും മുതൽ രാത്രിയിൽ കിടക്കുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും അതുപോലെ സൈഡിലെ ഭിത്തിയിൽ അടിക്കുന്ന പെയിന്റും മുകളിൽ കറങ്ങുന്ന ഫാനും, ഇതിൽ കൂടുതൽ ഒരു വ്യക്തി ജീവിതത്തിൽ എന്താണ് ഉപയോഗിക്കാനുള്ളത്? നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേന, നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്കുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഭക്ഷണ സാധനങ്ങൾ വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ടേസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അത് പിടിക്കില്ല, ഇത് പിടിക്കില്ല. നാവിന് രുചിക്കുന്നത് വയറിന് കേടാണെന്നുള്ള പഴയ ആ ഒരു സെന്റൻസ് എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് മറക്കേണ്ടി വരും. എന്നാലും മറവി സ്ഥിരമായില്ലെങ്കിൽ ആരോഗ്യത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി RCMൽ വരുന്ന ആളിന്റെ RCM ലൈഫ് എങ്ങനെയായിരിക്കും? RCMൽ ഒരു കസ്റ്റമർ ആയിട്ട് മാത്രം ഇരിക്കാം. ജീവിതകാലം മുഴുവൻ നമ്മൾ കസ്റ്റമേഴ്സാണ്. ജനിക്കുമ്പോൾ മുതൽ നമ്മൾ കസ്റ്റമേഴ്സാണ്, ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ആ കസ്റ്റമേഴ്സ് ആയിട്ട് RCMൽ എത്ര കാലം വേണോ നിങ്ങൾക്ക് തുടരാം. എനിക്ക് മറ്റുള്ളവരുടേക്കൊന്നും കൊടുക്കണ്ട, എനിക്ക് എൻ്റെ മാത്രം കാര്യം നോക്കിയാൽ മതി, എൻ്റെ വീടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു മാനസികാവസ്ഥയിൽ പോകുന്ന ആള് പോലും മറ്റനേകായിരം ആൾക്കാരെ സഹായിക്കുകയാണ് ഇന്നത്തെ ഒരു RCMന്റെ സിസ്റ്റം അനുസരിച്ച്. തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ബോണസ് ലെവലിലേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ വോളിയം ആഡ് ചെയ്യപ്പെടുമ്പോൾ ബിസിനസ് വോളിയം, ടോട്ടൽ ടേൺ ഓവർ കൂടാൻ ആ ഒരു വ്യക്തി സഹായിക്കുന്നു. വളരെ തുച്ഛമായ അളവിൽ പോലും സഹായിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മൾ കൊടുക്കുന്നത് 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ആ ഒരു ചെറിയ ഒരു സ്വാർത്ഥതയിൽ അദ്ദേഹം ഒരു കസ്റ്റമർ ആയിട്ട് തുടർന്നാൽ പോലും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നത് പരമമായ സന്തോഷം തിരിച്ചു കിട്ടാൻ കാരണമാകും. RCMന്റെ എണ്ണ മാത്രം വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആരോഗ്യം തിരിച്ചു കിട്ടും. ഏറ്റവും പ്രധാനമായിട്ട് കൊളസ്ട്രോളും പ്രഷറും പെട്ടെന്ന് മാറി, എനിക്ക് നല്ല വ്യത്യാസം, എന്നാലും എണ്ണ മാത്രം വാങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആ വ്യക്തി 6 മാസം എണ്ണ തുടർച്ചയായിട്ട് വാങ്ങിച്ചിട്ട് 476 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടി. ഇതാണ് RCM. എവിടെ കിട്ടും? ഒരു ലൈഫ് ടൈം 75-80 വയസ്സുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെ 70-അടുത്ത ആൾക്കാരുണ്ടാവാം, ഇല്ലെങ്കിൽ 60-അടുത്ത ആൾക്കാരുണ്ടാവാം, ചെറുപ്പക്കാരുണ്ടാവാം. നിങ്ങൾ ഇത്രയും നാളും വാങ്ങിച്ച കടയിൽ നിന്ന് നിങ്ങളുടെ സൊസൈറ്റികളില് ഒരുപാട് വിലക്കുറവിന്റെ സാധനങ്ങളുണ്ട്. നീതി സ്റ്റോറുകൾ,
സഹകരണ മേഖലയിലൂടെ കിട്ടുന്ന സാധനങ്ങൾ, ഇതൊക്കെ വിലക്കുറവിന് കിട്ടുന്നതാണ്. നമ്മൾ അവിടെ സേവ് ചെയ്യുന്ന പൈസ എവിടെയാ പോകുന്നത്? ഒരു പനി വന്നാൽ മതി, അപ്പോ പുറത്തു പോകാനുള്ള പൈസയുള്ളൂ. അപ്പോ അയലോക്കക്കാരും കൂടെ സേവ് ചെയ്ത് വെച്ച പൈസ മതിയാവാതെ വരും ഒരു പനിയെ നേരിടാൻ. ഇതാണ് നമ്മുടെ സമ്പാദ്യം. വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങും. RCMൽ ഒരു കസ്റ്റമർ ആയിട്ടിരുന്നാൽ ഈ വക കാര്യങ്ങളിൽ, ഒരു സാധാരണ കടയിൽ ചെന്ന് ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ ആ പേസ്റ്റ് ഇങ്ങ് എടുത്തതാന്ന് പറയും, ബില്ലടിച്ച് കൈ കൊടുക്കും, പൈസ പേ ചെയ്യും, തിരിച്ചു പോരും. RCMന്റെ ഒരു ഷോപ്പിൽ ഈ പേസ്റ്റിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കാൻ തയ്യാറായാലും ഇല്ലെങ്കിലും അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന വ്യക്തി 2 സെന്റൻസ് സംസാരിക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ ആ കസ്റ്റമർ തന്നെ നമുക്ക് നല്ല ഒരു ബിസിനസ് മാൻ ആയിട്ടല്ലേ ബിസിനസ് വുമൺ ആയിട്ട് മാറത്തക്ക രീതിയിലേക്ക് ചിന്തിക്കാൻ അതൊരു പോയിന്റാണ്. നമ്മുടെ ഒരു പേസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു 7-8 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. നമ്മൾ ഒരു ഉപ്പ് ഹാൻഡ് ഓവർ ചെയ്താലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ടാറ്റാനമക്ക് ഇഷ്ടംപോലെ പരസ്യം കാണുന്നതാണ്. സ്റ്റീലിന്റെ വേൾഡിൽ ഇത്രയും ടോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരില്ല. അവരെന്തുകൊണ്ടാണ് ഉപ്പും കൊണ്ട് മാർക്കറ്റിൽ വന്നത്? മനുഷ്യന്റെ മനസ്സ് അവിടെ അടുത്ത് തൊട്ടറിയാൻ അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഒടുവിലാണ് ഉപ്പും കൊണ്ട് വന്നതെങ്കിൽ RCMൽ ആദ്യം മുതലേ ഉപ്പുണ്ടല്ലോ. പ്രൊഡക്റ്റ് കൂടിയപ്പോൾ മുതലേ FMCG പ്രൊഡക്റ്റ്, മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ റുട്ടീനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതാണ് നമുക്കുള്ളത്. നമ്മുടെ ഉപ്പിന്റെ പ്രത്യേകത ടാറ്റാനമക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം ക്ലീൻ ചെയ്ത ട്രിപ്പിൾ റിഫൈൻഡ് ആണ്, ഷാർപ്പാണ്. മറ്റേ ഉപ്പിനേക്കാൾ ഉപ്പ് കൂടുതലാണ്. ടേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ അളവിൽ കുറച്ചിട്ടില്ലെങ്കിൽ പണിപാടും. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ കൊണ്ടുപോകുന്ന വ്യക്തി അവരിടുന്ന കണക്കിന് ഉപ്പിടും, അവർക്ക് ആ കറി കൂട്ടാൻ പറ്റില്ല. ടേസ്റ്റ് മേക്കറാണ് ഉപ്പ്, വളരെ കുറച്ച് ഉപയോഗിക്കുക. നാവിന് രുചി മതി, കൂടുതൽ ശരീരത്തിലേക്ക് ചെല്ലരുത്. അടുത്തത്, ആരോഗ്യം കിട്ടാൻ വന്നവർ ആരോഗ്യം കിട്ടിക്കഴിയുമ്പം സ്റ്റോപ്പ് ചെയ്യും. കസ്റ്റമറായിട്ട് വന്നവർ കസ്റ്റമറായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചാൽ അവരൊരു ലൈഫ് ടൈം കസ്റ്റമർ ആയിട്ടിരിക്കും. അതിന് മുകളിൽ ആ ഒരു സ്ഥിരം കസ്റ്റമർ ആരെന്ന് കണ്ടുപിടിക്കുന്ന ബുദ്ധിയുള്ള ഒരു ബിസിനസ് മാൻ അതിനകത്തുണ്ടെങ്കിൽ ആ കസ്റ്റമറെ ബിസിനസ് ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ടെന്ന് പറയില്ലേ, ആ ഒരു സെന്റൻസ് എപ്പോഴും ഓർക്കുക. നമ്മൾ കാണണം, മുകളിലായിട്ട് കാര്യമില്ല, താഴോട്ട് എപ്പോഴേലും നോക്കണം, മേലോട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഒരു ബിസിനസ് മാൻ ആയി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ലൈഫ് RCMലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താണ് കിട്ടുക? നമുക്ക് ലൈഫിൽ ഒരു സെക്യൂരിറ്റി, അതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഗുണം. സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളെ ആശ്രയിക്കുന്ന ഒരു കുടുംബമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. നമ്മൾ എന്ന വ്യക്തി ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുമ്പോൾ അതൊരു പരമമായ സത്യമാണ്. നമ്മൾ എന്ന വ്യക്തി ഇല്ലാണ്ടായാൽ നമ്മളെ ആശ്രയിച്ചവര് പെൻഡുലം പോലെ, ക്ലോക്കിന്റെ പെൻഡുലം പോലെ ഒരു സ്ഥിരതയില്ലാതെ എങ്ങും നിൽക്കാനാവാതെ പെൻഡുലം പോലെ ആടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാലം നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ സുന്ദരൻ സാറ് പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ ഓർക്കുകയാണ്. രാത്രി 12 മണി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി വെച്ചിട്ട് അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം എങ്ങനെ ആയിരിക്കും നാളെ എന്ന് ഒന്ന് ചിന്തിക്കാൻ അപ്ലൈൻ ലീഡർ പറഞ്ഞതനുസരിച്ച് രാത്രി 12 മണി കഴിഞ്ഞപ്പോ ഉറങ്ങുന്ന ഫാമിലിയെ നടന്നു കണ്ടു. അമ്മ, ഭാര്യ, മക്കൾ. നാളെ ഞാനെന്ന വ്യക്തി ഇല്ലാതായാൽ എങ്ങനെ കഴിയും എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് അദ്ദേഹത്തെ ഈ ഒരു പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയത്. പറഞ്ഞതനുസരിച്ച് ചെയ്ത് ഇന്ന് സ്റ്റാർ ലെവലിൽ എത്തിയിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും സാധ്യമായ രീതിയിൽ നമ്മളുടെ മിഷൻ അത് തന്നെയാണ്, വിഷൻ അത് തന്നെയാണ്. ഏതൊരു വ്യക്തിക്കും സാധ്യമായ രീതിയിൽ അവനവനെ മാറ്റിക്കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുക. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാലം മുതൽ കാണുന്നത് കൃഷിക്കാരന്റെ മക്കൾ കൃഷിക്കാരൻ, ആക്രി പെറുക്കാൻ പോകുന്നവരുടെ മകൻ അത് തന്നെ ചെയ്താൽ മതി, ബാർബറിന്റെ മകൻ ബാർബർ, ടീച്ചറിന്റെ മകൻ ടീച്ചർ, ഡോക്ടർമാരുടെ മക്കള് ഡോക്ടർമാര്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അനുവാദമില്ലാത്തതുപോലെയാണ്. ആരും തടസ്സപ്പെടുത്തിയിട്ടല്ല, അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് കണ്ടീഷൻഡ് തോട്ടാണ് എല്ലാവരുടെയും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇത്രയും പഠിക്കേണ്ട കാര്യമില്ല, കൃഷിയാണ് നിന്റെ അച്ഛനും അമ്മയും ചെയ്തുകൊണ്ടിരുന്നത്, അത് മാത്രം ആ കൃഷി പണിയിലേക്ക് നീയും പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ട്, കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ പണിയും അറിയാം, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നമ്മൾ അതിലേക്ക് ഒതുങ്ങിക്കൂടിയാൽ വരും തലമുറയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അവര് ചെയ്തതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടില് നമ്മൾ പോകാം എന്നല്ലാതെ വരും തലമുറയിലേക്ക് എന്ത് കരുതി വെക്കും?
ഞാൻ അങ്ങനെ മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ പഠിക്കാൻ പുറത്തു പോയതും പഠിച്ചതും. അതുകൊണ്ട് വരും തലമുറയുടെ നിലവാരത്തിന് വ്യത്യാസം വരും. അവരെ പഠിപ്പിക്കണം. ആ പഠിത്തത്തിന്റെ മൂല്യം മനസ്സിലാക്കിയ എന്റെ പേരൻസ് ആണ് എന്നെ പഠിപ്പിച്ചത്. എന്റെ മക്കൾക്കും അത് തന്നെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ തലവര എന്നുള്ളതിനെ ചുരണ്ടി മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ അതിൽ അത്രയും വിശ്വസിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഇപ്പോഴെനിക്കറിയാം വേണമെന്ന് വെച്ചാൽ തലവര മാറ്റി എഴുതാനും പറ്റും. അതാണ് ശരിക്കും ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെടാൻ വേണ്ടി മാത്രം ഒരു ജന്മമില്ല. ദരിദ്രനായിട്ട് ജനിക്കുന്നത് അവനവന്റെ കുറ്റമല്ല, അത് ചോയ്സ് ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് ദരിദ്രനായിട്ട് ഭൂമി വിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മാത്രം കുഴപ്പമാണ്. എല്ലാ അവസരങ്ങളും ഈശ്വരൻ വെച്ച് നീട്ടി, എന്നിട്ടും അതിനെ ഒന്നും ഉപയോഗപ്പെടുത്താതിരുന്നത് അവന്റെ മാത്രം കുഴപ്പമാണ്. ദാരിദ്ര്യത്തിൽ ജനിച്ച്, ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നൊരു സംഭവമാണിത്. ദാരിദ്ര്യത്തിൽ ജനിച്ചു, ദാരിദ്ര്യത്തിൽ വളർന്നു, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. റിട്ടയർമെന്റ് വരെ അങ്ങനെ ആയിരുന്നു. ഇത് തന്നെയായിരുന്നു ജീവിതത്തിന്. ഒറ്റയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മരണം വരുമ്പോ പോകണം. അതെന്ന് വരുമെന്ന് അറിയില്ല, മരിക്കുന്ന വരെ ജീവിക്കണം. ഒറ്റ സ്വപ്നം, വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. എന്തു സ്വപ്നം കാണാൻ, എങ്ങനെ സാധിക്കാൻ? പക്ഷെ സ്വപ്നം കാണാത്തതെല്ലാം തന്നെ RCMൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി. പൂർണ്ണ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ പറ്റുക സ്വപ്നത്തിന് തുല്യമായിരുന്നു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുക, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ ഒരു അവസരം ചൂണ്ടിക്കാണിക്കാൻ പറ്റുക RCMൽ ജോയിൻ ചെയ്ത വ്യക്തിക്കേ പറ്റുള്ളൂ. ഒരു ടീച്ചറിന് അയൽപക്കത്തെ ഒരു കുട്ടിയോട് സഹതാപം തോന്നിയാൽ അവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, ഒരു ജോലി കൊടുക്കാമെന്ന് വെച്ചാൽ സാധിക്കില്ല. ഒരുപാട് കടമ്പകൾ കടക്കണം. 5 ലക്ഷം വരെ കൊടുക്കണം. ഞാൻ ഗവൺമെന്റ് ലെവലിൽ നമ്മുടെ നാട്ടില് നഴ്സിംഗ് പഠിക്കാൻ പാതിരപ്പള്ളിയില് ആപ്ലിക്കേഷൻ കൊടുത്തു പോയപ്പോ അന്നത്തെ കാലത്ത് 83-84 സമയത്ത് വീട്ടിൽ ചോദിച്ചത് 10,000 രൂപ ഡൊണേഷൻ ആണ്. ഞാൻ അവിടെ തന്നെ പറഞ്ഞു 10,000 രൂപ തന്നിട്ട് എനിക്കൊന്നും പഠിക്കണ്ട, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പോയി. 5 രൂപ പോലും ഫീസ് കൊടുക്കാതെ പഠിച്ചതാണ്. എനിക്ക് അതുപോലൊരു അവസരം കിട്ടി. സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് നോർത്തിൽ പോയി പഠിച്ചു. പഠിച്ചത് എവിടെയായാലും എന്താണ്, പഠിക്കാൻ അവസരം ഈശ്വരൻ തന്നു. ആഗ്രഹിച്ചതുപോലെ ഈശ്വരൻ തന്നു. അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ എന്തും ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടും. അത് പ്രകൃതിയിലുണ്ട്, അതിനെ നമ്മൾ വാങ്ങിച്ചെടുത്താൽ മതി. അപ്പൊ അത് തന്നെയാണ് പലപ്പോഴും ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ആരോഗ്യം കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ എല്ലാ ക്ലാസ്സിലും, രാജൻ സാറിന്റെ ക്ലാസ്സിലായാലും സുരേഷ് സാറിന്റെ ക്ലാസ്സിലായാലും നമ്മൾ ആരോഗ്യത്തെ പറ്റി കേൾക്കുന്നുണ്ട്. ബേസിക് കൺസെപ്റ്റ് എന്താണ്? നമ്മളുടെ ആഹാരം നമ്മളുടെ മരുന്ന്, അല്ലേ? ഇപ്പോ നമ്മൾ പലരും ജീവിക്കുന്നത് മരുന്നാണ് നമ്മുടെ ആഹാരം എന്നുള്ള ലെവലിലാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾക്ക് ഏത് ആഹാരം എത്ര കഴിക്കണം, എന്താണ് നമുക്ക് ദോഷം ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊന്നും ഒരാശുപത്രിയിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പോലും കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആണ്. ഒരു രോഗം വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത്, വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വന്നു കഴിഞ്ഞിട്ട് അതിനെ മാറ്റിയെടുത്ത് നോർമൽ ആക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയായ ഭക്ഷണക്രമവും ശരിയായ ജീവിത രീതിയും ഉണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങളായ ഏറ്റവും ഒടുവിൽ ആ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ക്യാൻസർ പോലും വരില്ല. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരാൾ രോഗിയാകുന്നത്. ശരീരത്തിന് ബലക്കുറവുണ്ടാകുന്നു, അത് രോഗം കൊണ്ടാണോ? ഒരിക്കലുമല്ല, അതൊരു രോഗവുമല്ല. പക്ഷെ ആ ഒരു ബലക്കുറവും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കയറിയാൽ 10,000 നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കളയാൻ പാകത്തിന് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിനൊരു തൃപ്തിയുണ്ട്. എന്താണ്? ഡോക്ടറെ കണ്ടു, MRI ചെയ്തു, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരു ദിവസത്തെ തൃപ്തി കൊണ്ട് ആ ഒരു ദിവസം വേദനയൊക്കെ മാറി നിൽക്കും. പക്ഷേ ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പം വീണ്ടും പഴയതുപോലെ തന്നെ ശരീരത്തിന് വേദനയുണ്ട്, ശരീരത്തിന് ക്ഷീണമുണ്ട്, ഒരു ബലവും തോന്നുന്നില്ല, ഒരു ഉന്മേഷവും തോന്നുന്നില്ല. ഇതിന്റെ കാരണം അന്വേഷിച്ച് ആ ഡോക്ടർ കൊള്ളില്ല, അടുത്ത ഹോസ്പിറ്റലിൽ പോകാം. ഇതാണ് നമ്മൾ നടത്തുന്ന മെഡിക്കൽ ടൂർ. ശരിക്കും മെഡിക്കൽ ടൂറാണ് നടത്തുന്നത്. കയ്യിലുള്ള പൈസ മുഴുവൻ പോയി കഴിയുമ്പോൾ ഇനി എന്തെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനും ചോദിച്ചുകൊണ്ട് പരസ്പരം നോക്കിയിരിക്കുന്നതല്ലാണ്ട് അതിനൊരു ആൻസർ ആയിട്ടില്ല. ഇന്ന് അതിനൊരു ആൻസർ ആണ് RCM ID എടുത്ത RCMലെ വർക്കേഴ്സ്, സോൾജിയേഴ്സ്. ശരിക്കും ഒരു ഹെൽത്ത് സോൾജിയേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കൂടെ നിൽക്കുന്നതായാലും നമ്മളായാലും ഒരു രോഗാവസ്ഥ തുടരാൻ ആഗ്രഹിക്കുന്നവരല്ല. രോഗാവസ്ഥ തുടരേണ്ടത്
ഒരാളിന്റെ ആവശ്യമാണ്. ആരുടെ? ഹോസ്പിറ്റൽ നടത്തുന്നവരുടേതും ഹോസ്പിറ്റലുകാരുടെ, അവരുടെ വർക്കേഴ്സിന്റെ ആവശ്യമാണ്. രോഗിയില്ലാതെ ഹോസ്പിറ്റൽ നടക്കില്ലല്ലോ. അപ്പൊ രോഗികൾ ഉണ്ടാവട്ടെ, അല്ലേ? നമ്മൾ അതാണ് വിശ്വസിക്കുക. ഞാൻ പോകുന്നിടത്ത് പലരും പറയാറുണ്ട്, ഡോക്ടറോട് ചോദിക്കാതെ ഞാൻ ഇതൊന്നും കഴിക്കില്ല. ഡോക്ടർ പറഞ്ഞിട്ടാണോ സ്വീറ്റ്ന കഴിക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടാണോ കുഴിമന്തി കഴിക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടാണോ വിസ്കി കുടിക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടാണോ മറ്റു പലതും ചെയ്യുന്നത്? എന്താണ് പുതിയ ഫുഡ്? ഏതാണ് ഏറ്റവും ടേസ്റ്റ്? ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ട്രാൻസ് ഫാറ്റ് ഉള്ളത്. ഫാറ്റി ലിവർ കണ്ടാലും മൈൻഡ് ചെയ്യില്ല. ഡോക്ടർ എന്ത് പറയും? കുഴപ്പമില്ല, എനിക്കും ഉണ്ട് ഫാറ്റി ലിവർ. അത് അങ്ങനെയാ, ഇപ്പൊ ആരുടെ ചെയ്താലും കാണുന്നേ. അപ്പോ അതിനൊരു സീരിയസ്നെസ്സും ഇല്ലാതെ തള്ളിക്കളയും. ഗ്രേഡ് 1 ഫാറ്റി ലിവറിൽ നിന്ന് ഗ്രേഡ് 2 3 ആകാനായിട്ട് അധിക സമയം എടുക്കില്ല. ഞാൻ ഫാറ്റി ലിവർ ഗ്രേഡ് 3 പോയ വ്യക്തിയാണ്. ഇപ്പൊ തുടക്കം മുതല് ഞാൻ കേൾക്കുന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരോട് പറയുന്നതും, നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, ഭാവിയിൽ നിങ്ങളൊരു ഷുഗർ പേഷ്യന്റ് ആവും, നിങ്ങൾക്ക് ഷുഗർ വരാതെ നോക്കണം. അതായിരുന്നു അന്നത്തെ അറിവ്. ഇന്ന് ഞാൻ പറയുന്നു, ഫാറ്റി ലിവർ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അടിത്തറ ഇട്ട് കഴിഞ്ഞു. ഭാവിയിൽ എന്തുമായി തീരാം, ഏത് വേണോ ആയിത്തീരാം. ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ഉണ്ടാവാം. വിഷാദ രോഗിയാവണോ? ആവാം. ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാറ്റുന്ന ഒരു ജീവിത രീതി RCMലൂടെ നടക്കില്ലേ? നടക്കും. നമ്മൾ പഠിച്ച്, നമ്മളിൽ പ്രവർത്തിച്ച്, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് അനുഭവസ്ഥരായി കഴിഞ്ഞിട്ട് മുമ്പിൽ വരുന്ന വ്യക്തിയുടെ കണ്ടീഷൻ അറിഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആ ലേണിങ്ങിന്റെ കാര്യം ഒരു പ്രാവശ്യം പറയാം. ഇതൊരു സൈക്കിൾ, ലേണിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ടതാണ്. അതിപ്പോ നെറ്റ്വർക്കിങ്ങിലായാലും കൊള്ളാം, അതല്ലാതെ ഹെൽത്ത് അഡ്വൈസർ ആയിട്ട് നിൽക്കാനാണെങ്കിലും കൊള്ളാം. ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എവിടെ കിട്ടുന്നോ അവിടുന്ന് പഠിച്ചെടുക്കുക. ആ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. എന്തൊക്കെയാണ്, വിശകലനം ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത്? ഇതിൽ എന്തെങ്കിലും എനിക്ക് പറ്റിയതുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക. അതായത് ഇംപ്ലിമെന്റ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ എക്സ്പീരിയൻസ് ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. 30 വർഷം ജീവിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനിരിക്കേണ്ട. ചെറുപ്പക്കാർക്ക് ഇനി 30 വർഷം കഴിഞ്ഞ് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവൂ എന്നില്ല. കിട്ടുന്ന അറിവ്, ഹ്രസ്വകാല അറിവുകൾ, ആ ഹ്രസ്വകാലം കൊണ്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിന് നല്ലൊരു റിസൾട്ട് കണ്ടാൽ അതിനോളം വലിയ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നെറ്റ്വർക്കിംഗ് ചെയ്യാനാണെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ടീം ബിൽഡ് ചെയ്ത് സക്സസിലേക്ക് എത്തി എന്ന് ലീഡേഴ്സ് പറയുമ്പോൾ ആ ചുരുങ്ങിയ കാലം കൊണ്ട് കിട്ടിയ സക്സസ് ആണ് ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സ്വയം പരിശ്രമിക്കണം, വാങ്ങിക്കാൻ കിട്ടില്ല. ഇപ്പൊ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ RCM എന്താന്ന് മനസ്സിലാവുള്ളൂ. RCMൽ എന്തിനു നിൽക്കണമെന്ന് ചോദിച്ചാൽ അതിനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നേരെ ഇറങ്ങി തെക്കോട്ട് നടക്കുക. തെക്കോട്ട് എവിടം വരെ പോകും? തെക്കോട്ട് പോകും. ലക്ഷ്യമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടിട്ട് പോകും. കുറച്ച് ചെന്ന് കഴിയുമ്പോൾ മടി വരും. ഇനിയിപ്പൊ നാളെ നടക്കാം, തിരിച്ചു പോരും. ഇട്ടിട്ട് പോകാനുള്ള സാധ്യത, ലക്ഷ്യം ഫിക്സ് ചെയ്യാതെ, ഗോൾ ഫിക്സ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ നമ്മൾ ഇടയ്ക്കിട്ടിട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമ്മളുടെ ഈ ഒരു RCM ലൈഫിൽ എല്ലാവർക്കും വേണ്ടത് സക്സസ് ആണ്. ആ സക്സസിനെ പറ്റി 2 കാര്യങ്ങൾ പറയും. പ്രധാനമായിട്ടും സക്സസ് ഉണ്ടാവണമെന്നുള്ളൊരു തീരുമാനമെടുക്കും. വിജയിക്കണം എന്നുള്ള ഉറച്ച തീരുമാനം. ആ തീരുമാനം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ, തീരുമാനം ഉറച്ചതാണെങ്കിൽ ഒരാളിനും നിങ്ങളെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയരുത്. ഒരു സാഹചര്യം കൊണ്ടും ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാവരുത്. പിന്തിരിഞ്ഞോടുന്ന തീരുമാനമായിരിക്കരുത്. എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും, എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും, സ്പീഡ് അല്പം കുറഞ്ഞാലും ലക്ഷ്യം അത് തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. എന്ന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കുന്നു, അന്നു മുതൽ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങും, വളർച്ച കണ്ടു തുടങ്ങും. ഇനി വളർച്ച കാണാതെ കുറെ വളർച്ച മുരടിച്ചതുപോലെ നിൽക്കുന്ന എന്നാൽ വളർച്ചയുള്ള കുറെ ആൾക്കാരുണ്ട്. കുറച്ച് ലെവൽ വരെ അങ്ങനെയാ പോവുക, ചൈനീസ് ബാമ്പു പോലെ. അത്
സാറ് മുമ്പേ പറഞ്ഞ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ചൈനീസ് ബാമ്പു വളരെ വേഗം വളർന്ന് പടർന്ന് പന്തലിക്കും. അപ്പൊ നമുക്ക് അല്പം സമയം വേണം. നമ്മളൊരു കാര്യം പഠിച്ചെടുക്കാൻ അല്പം സമയം വേണം. വളരെ ഫാസ്റ്റ് ആയിട്ട് ക്യാഷ് ബാങ്കിലേക്ക് ഒഴുകിയെത്തില്ല. അങ്ങനെ ഒഴുകിയെത്തിയാൽ അത് ഒഴുകി പോകാനും അധിക താമസം വേണ്ട. നമ്മളുടെ എഫേർട്ട് ഇല്ലാതെ മിനിമം റിസ്കില് പൈസ സമ്പാദിക്കാൻ ഇപ്പൊ സോഷ്യൽ മീഡിയാസിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് പണമുണ്ടായി, ഇവർക്ക് പണമുണ്ടായി. കുറെ അധികം ആകുമ്പോ ആ പ്രലോഭനത്തിൽ വഴങ്ങി ഇത്രയ്ക്കല്ലേ മുടക്കുള്ളൂ, ഇത്തിരി ഞാനും ഇടാം. അത് കൈ കഴുകി കളയുന്നതിന് തുല്യമായിട്ട് ചിലപ്പം മാറിയേക്കാം. ചിലപ്പം റിട്ടേൺസ് ഉണ്ടാവാം, അറിയില്ല. നമുക്കറിയാവുന്ന കളികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അറിയില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാൻ നമ്മൾ തയ്യാറാവണം. ഇനി ഇതിൽ വിജയിക്കണമെങ്കിൽ ടീം വർക്കിലൂടെ ഒറ്റയാൾ പട്ടാളമായിട്ട് മുന്നോട്ട് പോയാൽ എത്ര കാലം പോകും? ഒറ്റയാൾ പട്ടാളത്തിന് ജയിക്കാൻ പറ്റുന്നതിന്റെ പരിധി വളരെ ലിമിറ്റഡ് ആണ്. ഒരാളിന് 24 മണിക്കൂറാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. ആ 24 മണിക്കൂറിനെ 24,000 മണിക്കൂറാക്കി മാറ്റണമെങ്കിൽ അതുപോലെ ആൾക്കാരിലേക്ക് എത്തണം. ടീം ബിൽഡിങ് പഠിക്കണം. ടീം ബിൽഡിങ്ങിലൂടെ സക്സസ് ഉണ്ടാവണം. എഫേർട്ട് കുറയും, പേഴ്സണൽ ആയിട്ട് റിസ്ക് കുറയും. 5 പൈസ നഷ്ടക്കച്ചവടം ചെയ്യേണ്ട കാര്യമേ ഇല്ല. RCM വിജയിക്കാൻ വേണ്ടി കടം കയറേണ്ട കാര്യമില്ല. കടം കയറിയത് കൊണ്ട് വ്യക്തിബന്ധങ്ങൾ നശിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല TCG. ഉണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളാണ് വ്യക്തിപരമായിട്ട് നല്ലൊരു സിസ്റ്റത്തിനെ വ്യക്തിപരമായിട്ട് മാറ്റിയെടുത്തത് കൊണ്ടാണ്. ചെയ്യരുതെന്ന് ഏതു പറഞ്ഞോ അത് ചെയ്തതാണ്. 7 കാർഡിനൽ റൂൾസിൽ പറയുന്നുണ്ട് സ്വന്തമായ ഐഡിയാസ് ഒന്നും ഇടരുതെന്ന്. ഒരു ഷോർട്ട് ടൈമിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് സ്വയം തീരുമാനിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇടിച്ചു നിൽക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെയാണ് എപ്പോഴും ശരിയായിട്ടുള്ളത്. അത് മുന്നോട്ട് അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന എക്സ്പെൻസിൽ നിൽക്കണം കാര്യങ്ങൾ. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. റീറ്റെയിൽ മാർജിൻ വാങ്ങിച്ച് തന്നെ ബിസിനസ് ചെയ്താൽ ആ റീറ്റെയിൽ മാർജിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വന്തം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. പ്ലാൻ ചെയ്യണം അത് ഇൻ അഡ്വാൻസ്. ഇപ്പൊ ഒരു മാസത്തെ ഇപ്പം രാജൻ സാറിനോടോ ഡോക്ടർ രാജൻ സാറിനോടോ ഗിരീഷ് സാറിനോടോ ഒക്കെ ചോദിച്ചാൽ അടുത്ത മാസത്തെ അതിനടുത്ത മാസത്തെ ഒക്കെ ഡയറിയിൽ പ്ലാനിങ് കംപ്ലീറ്റ് കാണും. നമ്മളിൽ എത്ര പേരുടെ ഡയറിയിൽ നാളത്തെ പ്ലാൻ കംപ്ലീറ്റ് ആണ്? വളരെ ചുരുക്കമാണ്. നാളത്തെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഒരു മാസത്തിനപ്പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മള് സക്സസിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്ട്ലി വി ആർ പ്ലാനിങ് ഫോർ ഫെയിലിയർ. തോൽവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ആയി കഴിയുമ്പം ഫെയിലിയർ ഉറപ്പാകുന്ന കാര്യമാണ്. ഇടയ്ക്കും തലയ്ക്കും ഒരു പ്ലാനിങ് ഒക്കെ വിട്ടുപോകാം. പച്ച മനുഷ്യനല്ലേ, എപ്പോഴെങ്കിലും ഒക്കെ വിട്ടുപോകാം. പക്ഷേ അത് സ്ഥിരമായിട്ട് വിട്ടുപോകൽ മാത്രമായി തീരരുത്. ഒരു ബുക്ക് എടുത്താൽ രണ്ട് നോട്ട്ബുക്ക് മസ്റ്റ് ആയിട്ടും ഒരു RCM പ്രവർത്തകന്റെ കയ്യിൽ ഉണ്ടാവണം. ഒന്ന്, ലക്ഷ്യങ്ങൾ എഴുതുന്നത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേജ്. ലക്ഷ്യങ്ങൾ എഴുതാൻ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ ഒരു പേജ്. കണക്ഷൻസ് എഴുതാൻ, നമ്മളുടെ കൂടെ നമ്മൾ നിർത്താൻ ആഗ്രഹിക്കുന്നവരുടെ പേര് ആദ്യമേ റഫായിട്ട് പേരുകൾ എഴുതി പിന്നെ തരംതിരിച്ച് പേരുകൾ എഴുതാം. നമ്മൾ ആരെയൊക്കെ അപ്രോച്ച് ചെയ്യണം. നമ്മുടെ പ്ലാനുകൾ എഴുതാൻ നമുക്കൊരു ബുക്ക് വേണം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവരെ ചേർത്ത് നിർത്താൻ എന്തൊക്കെ വേണം? പിന്നെ ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടാവണം. നമ്മളുടെ നോട്ടുകൾ, അറിവ് എവിടുന്ന് കിട്ടുന്നു എന്നറിയില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടാൽ പോലും ഒരു നോട്ട്ബുക്ക് വെച്ച് ആ റീലിനകത്ത് പറയുന്ന കാര്യം നമുക്ക് ഉപകരിക്കുമോ എന്നുള്ളതാണ്. ഞാൻ ഇവിടെ പറഞ്ഞ 2 പോയിന്റും റീലിനകത്തുനിന്ന് കിട്ടിയതാണ്. അതൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളിന്റെ റീലിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് എന്തുകൊണ്ട് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൂടാ? നമ്മളുടെ സക്സസിന് വേണ്ടിയിട്ട് അത് ഉപകരിച്ചുകൂടാ? അത് അവര് സക്സസ് ആയ പോയിന്റ് ആണ് അവർ പറയുന്നത്. നമ്മുടെ കൂടെ ചേർക്കുന്ന ആളിന് സ്വയം താല്പര്യമുള്ള വ്യക്തിയാണോ എന്ന് നോക്കണം. അല്പസമയം സ്പെൻഡ് ചെയ്യാൻ, നമ്മളെ കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? നമ്മളുടെ കൂടെ ടീമായിട്ട് നിൽക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തിയാൽ മതി.
അല്ലെങ്കിൽ നമ്മളുടെ ടൈം വേസ്റ്റ് ആയി പോകും. ഒരാളിന്റെ പുറകെ ചുറ്റിത്തിരിയ, പറമ്പിൽ കെട്ടിയ ഒരു പശു ഒരു കുറ്റിക്ക് ചുറ്റിനും കറങ്ങുന്നത് പോലെ, വേറെ ആളെത്തിയ നാട് പോലെ നമ്മള് അവർക്ക് ചുറ്റും മാത്രം, വളരെ കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ, അവരുടെ ചുറ്റിനും മാത്രം നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യരുത്. അവര് നമ്മളോട് അടുത്ത് വന്നു കഴിയുമ്പോൾ മിനിമം ഒരു 5 പേരുടെയെങ്കിലും പേര് എഴുതി വാങ്ങിക്കാനും അവരെ പോയി കാണാനും, ഈ വ്യക്തിയെ കൂടെ കൂട്ടി വേണം പോകാൻ. നീ വരണ്ട, നിനക്ക് സമയമില്ലല്ലോ, ഞാൻ പൊക്കോളാം, ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് ടീം ബിൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വന്നത്, അതേ ക്വാളിറ്റിയുള്ള മറ്റൊരു ലീഡറിനെ ജനറേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു വന്നൊരു കാര്യമാണ്, ത്രൂ ഔട്ട് എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ ആബ്സെൻസിൽ ആരും തന്നെ അവിടെ ബുദ്ധിമുട്ടരുത്. എന്നെക്കാൾ മെച്ചപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്പം കൂടെ ക്ലാരിറ്റിയോടും വ്യക്തതയോടും കൂടി ചെയ്യാൻ മറ്റ് ഒരാളെയല്ല, പലരെ പല സ്ഥലങ്ങളിൽ റെഡിയാക്കി നിർത്തി. ഞാൻ തിരിച്ചു പോന്നാൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. യഥാർത്ഥ ലീഡർ ചെയ്യേണ്ട കാര്യവും അതാണ്. ഞാൻ മാത്രമേ ആകാമുള്ളൂ, എന്നെ മാത്രം എല്ലാത്തിനും വിളിക്കണം, എല്ലാ കാര്യവും എന്നോട് ചോദിച്ചിട്ടേ ആകാവുള്ളൂ. പക്ഷെ ചോദിച്ചിട്ടേ ആകാവുള്ളൂ എന്നൊരു കാര്യമില്ലേ? ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ആരാണോ നിങ്ങളുടെ ലീഡർ അവരോട് ചോദിച്ച് അവര് പറയുന്നത് അനുസരിച്ച് ചെയ്യണം. പക്ഷെ ഡിസിഷൻ നമ്മളുടേത് സ്ട്രോങ് ആയിരിക്കണം. സാറ് പറഞ്ഞ 4ാമത്തെ കാര്യമാണ് അപ്ലൈൻ കാ ദർവാജ ചോടോ എന്ന് പറയുന്നത്. അന്ന് ഏത് കാര്യത്തിനും അപ്ലൈനെ മുട്ടി വിളിച്ച് അപ്ലൈനെ കൂടെ കൊണ്ടുപോകുന്നതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തത് നമ്മൾ സ്വയം പ്രാവർത്തികമാക്കി നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് സ്വയം ഉയർത്താൻ തയ്യാറാകണം. എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, നിങ്ങളെ കൊണ്ടേ അത് പറ്റൂ, മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. അവനവനെ ഉയർത്തണമെങ്കിൽ അവനവൻ തന്നെ ഉയർത്തണം. ഒരാൾ ഉയർത്തിയാൽ ആളപ്പം കയ്യൊപ്പം ഉയർത്തും. ആ കൈ താങ്ങ് വിട്ടു കഴിഞ്ഞാൽ പട്ടേന്ന് താഴെ പോകും. ആ ഉയർച്ച ഉയരുത്, സ്വയം ഉയർന്ന് മുകളിലെത്തുക. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് പഠിച്ച് കേട്ട് പഠിക്കാം. എഴുത്തും വായനയും അറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ട്. അവര് കേട്ട് പഠിക്കുക ചെയ്യുന്നത്. ആ കേട്ടുപഠിത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ കേട്ട് പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. അതാണ് ഒരു ടീം ബിൽഡിങ്ങിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്തുക, ഒരു ടൈം ഫ്രീഡം അനുഭവിക്കുക, ഒരു സെക്യൂരിറ്റി അനുഭവിക്കുക. പിന്നെ മറ്റാർക്കും, നമ്മുടെ പേരൻസ് കൂടെ ഉണ്ടാവാം, നമ്മളെ സഹോദരങ്ങൾ കൂടെ ഉണ്ടാവാം, നമ്മുടെ കൂടെ പഠിച്ചവര് പല ജോലിയും ചെയ്യുന്നുണ്ടാവാം. അവർക്കാർക്കും കിട്ടാത്ത ഒരു സാധനമുണ്ട്, റോയൽറ്റി ഇൻകം. റോയൽറ്റി ഇൻകം ആർക്ക് കിട്ടുന്നുണ്ട്? യേശുദാസിനും ചിത്ര മാഡത്തിനും. അവര് സാഹിത്യ മേഖലയില് തകഴി ശിവശങ്കരപിള്ള എന്നോ എഴുതി വെച്ച നോവലുകൾ റീപ്രിന്റ് ചെയ്യുമ്പോൾ അവരുടെ തായ്വഴികൾക്ക് കിട്ടുന്നത്, തോമസ് ആൽവ എഡിസൺ തോറ്റു ജയിച്ച് നമ്മളുടെ ബൾബ് കണ്ടുപിടിച്ചു. ഒരു ബൾബ് കത്തുമ്പോ അവരുടെ എത്രയോ തലമുറകൾ കഴിഞ്ഞു കാണും, ഇപ്പോഴും അവരൊക്കെ ജീവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ നാവിൻ തുമ്പുകളിൽ, പേനയുടെ തുമ്പുകളിൽ ഈ മനുഷ്യരൊക്കെ ജീവിച്ചിരിക്കുകയാണ്. ആ ഒരു ഗ്രേഡിലേക്ക് സ്വയം ഉയർത്താൻ വേറെ ഏത് പ്രസ്ഥാനത്തിന് പറ്റും? നമ്മൾക്ക് കിട്ടിയതിന്റെ മൂല്യം തിരിച്ചറിയില്ലായ്മയാണ്. നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്, അത് തിരിച്ചറിവിലേക്ക് മാറ്റാത്തതാണ് നമ്മളുടെ പരാജയത്തിന് കാരണം. മറ്റൊന്നുമല്ല. നമ്മുടെ ജയത്തിന്റെ പിന്നിലും നമ്മുടെ പരാജയത്തിന്റെ പിന്നിലും ഉത്തരവാദി നമ്മൾ മാത്രമാണ്. ഇനി RCM എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? റൈറ്റ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. മറ്റു രീതികളൊക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ ശരിയായ ഒന്ന് കേൾക്കാൻ ഒരു അവസരം. അതിനകത്ത് മറ്റൊരു ഡെഫിനിഷൻ കൂടെയുണ്ട്, റീസെറ്റ് കസ്റ്റമർ മൈൻഡ്. ഉപഭോക്താവിന്റെ മനസ്സിനെ ഒന്ന് മാറ്റി പിടിക്കുക. ഉപഭോക്താവിന് എന്താ അറിയാവുന്നേ? നമുക്ക് സാധനങ്ങൾ തീർന്നു, അടുത്ത കടയിൽ പോകണം, സാധനം വാങ്ങിക്കണം, ഉപയോഗിക്കണം, തീരുമ്പം വേറൊരു കടയിൽ പോകണം. ഇതാണ് ഉപഭോക്താവിന് അറിയാവുന്നത്. അതേ സാധനം RCMന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം ഇതാണ്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനം മായം കലർന്നതാണെങ്കിൽ ശുദ്ധമായ സാധനം RCMന്റെ ഷോപ്പിൽ കിട്ടും. അത് നിങ്ങൾ വാങ്ങിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ 6 മാസം വാങ്ങിക്കാൻ നിങ്ങൾ മുന്നോട്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം കഴിയുമ്പോൾ സാധനത്തിന്റെ ഗുണമേന്മ മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും വാങ്ങിക്കണമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് വാങ്ങിക്കാം. നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ലാഭവീതം കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് 6 മാസം തുടർച്ചയായിട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും.
ലുലു മാളിൽ ഓഫർ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഓഫർ എടുത്തു. ഓട്സ് 2 കിലോയുടെ ഓട്സിന്റെ കൂടെ 1/4 കിലോ പഞ്ചസാര ഫ്രീ. പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ടാണ് ഓട്സ് എടുത്തത്. പക്ഷെ ഓട്സ് തിന്നാൻ പറ്റിയില്ല, കൂട്ട് ചടച്ച ഓട്സ് ആയിരുന്നു. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അന്ന് മാത്രം ഞാൻ ആ ഓഫർ സ്വീകരിച്ചുള്ളൂ. പഞ്ചസാര എടുത്തു, ഓട്സ് പള്ളേക്കളഞ്ഞു, കഴിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ഓഫറുകളുടെ പിന്നാലെ ഓടുമ്പോൾ എത്ര നല്ല ഓഫറുകൾ നമുക്ക് ഇവിടെയുണ്ട്, മൂല്യവത്തായ ഓഫറുകൾ. നമ്മുടെ ഒരു ഭക്ഷ്യ സാധനങ്ങളും നമുക്ക് കേടായിട്ട് കളയേണ്ടി വരുന്നില്ല. നമ്മൾക്ക് പരിചയമില്ലാത്ത ടേസ്റ്റുകൾ ആയതുകൊണ്ട് കഴിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഇഷ്ടം പോലെ ഭാവനാ സമ്പത്തുള്ള ഒരുപാട് കോക്കികൾ ഉണ്ട് നമ്മുടെ കൂടെ. അവര് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, വയറിന് കേടുവരില്ല എന്നുള്ളത് ഉറപ്പാണ്. ജീവിതത്തില് മാറ്റങ്ങൾ വരുന്ന അവസരങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് മാറ്റം ഉണ്ടാക്കിയെടുക്കാം. വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലർ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ പൂർത്തിയായി വിദ്യാഭ്യാസം പറയും, +2 കഴിയുമ്പോൾ പൂർത്തിയായി എന്ന് പറയും, ഡിഗ്രി കഴിയുമ്പോൾ പൂർത്തിയായി എന്ന് പറയും, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോഴാണ് ഇപ്പോഴാണ് പൂർത്തിയായെന്ന് പറയും. ചിലർ അവിടം കൊണ്ട് നിർത്തില്ല, PhD എടുക്കും, ഡോക്ടറേറ്റ് എടുക്കും, അപ്പോഴാണ് പൂർത്തിയായത്. പക്ഷെ ഈ ഒരു പുസ്തകത്തിലെ വിദ്യാഭ്യാസം ഒന്നുമല്ല നമുക്ക് ലൈഫ് ടൈമിൽ വിദ്യാഭ്യാസം തരുന്നത്. ഈ പുസ്തകത്തിലെ വിദ്യാഭ്യാസം കൊണ്ട് റിയൽ ലൈഫിൽ എന്ത് പ്രയോജനമുണ്ടെന്നുള്ളത് ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവിടെ ആ പുസ്തകത്തിലെ ഡിഗ്രി ഒന്നും കാണത്തില്ല. റിയൽ മാൻ ലൈഫില് അവരുടെ പച്ചയായ ജീവിതം മാത്രമേ കാണുള്ളൂ. അത് രണ്ടാമത്തെ മാറ്റമാണ്. വിദ്യാഭ്യാസ ജീവിതം കഴിഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ മാറ്റം ഉണ്ടാകും. കുട്ടികൾ ഉണ്ടാകുന്നു, വീണ്ടും അവരും ഇതേ സൈക്കിള് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കല്യാണത്തോടു കൂടി അവരുടെ ടോട്ടൽ ലൈഫിന് ഒരു മാറ്റം വന്നു. അവിടെയൊക്കെ മാറ്റം സംഭവിച്ചവർ ഇവിടെയുണ്ട്, സംഭവിക്കാനുള്ളവരുണ്ട്. അടുത്ത മാറ്റം കാണേണ്ടത് RCMലെ ലൈഫിലൂടെയാണ്. RCM ലൈഫിൽ വന്നിട്ട് എന്താണ് മാറ്റം? നമ്മുടെ പേരൻസിന് കിട്ടാത്ത സൗഭാഗ്യം നമുക്ക് ഇതിലൂടെ കിട്ടും. നമ്മൾക്ക് ആൾക്കാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കാം. പണ്ട് കാനം രാജേന്ദ്രന്റെ ഒരു നോവല് വായിച്ചിട്ടുണ്ട്, മനോരമ ആഴ്ചപ്പതിപ്പിൽ, മരിച്ചിട്ടും മരിക്കാത്തവൾ. അതിന്റെ ശരിയായ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് അറിയണത്. മരിച്ചിട്ടും മരിക്കാത്തവൾ. ആള് ഫിസിക്കലി ഇല്ല, നമുക്ക് ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ട്. ഗാന്ധിജി രൂപയുള്ളിടത്തോളം കാലം ഗാന്ധിജി ആരും മറക്കില്ല. ഗാന്ധി നമ്മുടെ കയ്യിൽ എന്നുമുണ്ട്, ഇല്ലേ? നമ്മൾക്ക് ഈ ജീവിതം കൊണ്ട് ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റും. ആദ്യകാലങ്ങളില് ആദ്യമായിട്ട് എന്റെ സ്വപ്നത്തിൽ ഒരു അഡീഷൻ വന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ ലോകം വിട്ടു പോയാലും എന്നെ ഓർക്കണ ഒരുപാട് ആൾക്കാരുണ്ടാകണം. മിലിൻ സാർ എന്നോട് ചോദിച്ചു, കനകമ്മയുടെ സ്വപ്നം എന്താണ്? സാർ, 1 ലക്ഷം പേര് എനിക്ക് വേണ്ടി കരയണം. സിമ്പിൾ. അത്രയും പേര് കരയുന്നു എങ്കിൽ അത് ആത്മാർത്ഥമായിരിക്കും. അല്ലാതെയും കരയാം, എങ്ങനെ വേണേലും കരയാം. ഒരാഗ്രഹം പറയുന്നതിന് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ചുങ്കം അടച്ചിട്ടല്ല ഞാൻ എൻ്റെ ആഗ്രഹം പറയുന്നത്. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. മക്കളുടെ ഭാവി സുരക്ഷിതം, അത് മാത്രമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, അത് പഠിപ്പിച്ചു തരാൻ ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് RCM എന്ന് പറയുന്നത്. ഇനി RCMൽ വന്നത് കൊണ്ട് മാത്രം മക്കൾ സുരക്ഷപ്പെടുവോ? ഒരിക്കലുമില്ല. നമ്മൾ നമ്മളെ ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യകതയാണ്. നമ്മളുടെ കൂടെ നിൽക്കുന്ന 10 പേർക്ക് നമ്മളൊരു ലീഡർ ആണെന്ന് അവർ അംഗീകരിക്കണമെങ്കിൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ലീഡർ എന്ന് പറയുന്ന ലീഡ് ബൈ എക്സാമ്പിൾ. ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അത് വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും ഒരുപോലെ തന്നെ. ഏത് സമയവും ഒരു ഓപ്പൺ ആയിട്ട് ഒരു തുറന്ന പുസ്തകം. ആളെ കണ്ടാൽ തന്നെ നമുക്ക് അംഗീകരിക്കാൻ തോന്നണം, ഇദ്ദേഹം എന്റെ ലീഡറാണ്. കൈലിമുണ്ട് കൊടുത്ത് അല്ലെങ്കിൽ നൈറ്റി ഇട്ട് അടുത്ത വീട്ടിൽ പോയി നിന്ന് സംസാരിക്കുമ്പോൾ അതൊരു ലീഡറായിട്ട് മാറും? ഒരിക്കലും ഇല്ല. തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിൽ പോലും പ്രൊഫഷണലി ഡ്രസ്സപ്പ് ചെയ്യണം. വ്യക്തി നമ്മളിപ്പോ വഴിയെ നടന്നു പോകുമ്പോൾ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും മനസ്സിൽ അറപ്പുളവാക്കുന്ന രീതിയിൽ ഡ്രസ്സിങ് നമ്മൾ കാണാറുണ്ട്. തിരിഞ്ഞൊന്നുകൂടെ നോക്കും, ഇത് എന്തൊരു വേഷം. പക്ഷെ നമ്മള് ഒരു കാര്യമില്ലെങ്കിലും ഒന്നും കൂടെ തിരിഞ്ഞു നോക്കി കൊള്ളാം എന്ന് തോന്നുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, വെൽ മാനേർഡ് ആയിരിക്കണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾക്കും കൂടെ അനുകരിക്കാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പം എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ല. പക്ഷേങ്കിൽ മിനിയേച്ചർ ആയിട്ട് ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട്. ആ വന്ന ആൾക്കാര് സ്വയം
മാറാൻ തയ്യാറാവണം. എന്നാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് തല്ലി പതിപ്പിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവാൻ പറ്റില്ല. ഒരരിവാൾ ഉണ്ടാക്കിയാൽ അടുത്ത കഷണം ലോകം തല്ലി പതപ്പിച്ച് നമ്മുടെ കയ്യിലാണത്. പക്ഷെ ആ നിന്ന് തരുന്ന ആളും കൂടെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ തരത്തിൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഉയർന്നു വരിക. എൻതൂസിയാസ്റ്റിക് ആയിട്ടൊരു ലീഡർ ആയിരിക്കണം. എപ്പോഴും നല്ല ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഉത്സാഹം പിക്ചർ കാണാൻ പോകാനും പുട്ടടിക്കാൻ പോകാനും കുഴിമന്തി കഴിക്കാൻ പോകാനും അല്ല ഉത്തരവാദിത്വം വേണ്ടത്. ഉത്സാഹം വേണ്ടത് എന്തിനാണ്? RCMന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ, ലീഡേഴ്സിനെ വിസിറ്റ് ചെയ്യാൻ, കടകൾ വിസിറ്റ് ചെയ്യാൻ, അവരുമായിട്ട് സംസാരിക്കാൻ, നമുക്ക് ആൾക്കാരിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ, അവരെ കേൾക്കാൻ ഉത്സാഹമുണ്ടാണ്. നമുക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്താണ് അവർക്ക് എന്നോട് പറയാനുള്ളത് എന്ന് കേട്ടതിന് ശേഷം അവരെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കേണ്ട കാൽക്കുലേഷൻസ് ആണ്. ആ എൻതൂസിയാസം അങ്ങനെ തന്നെ പകർന്നു കൊടുക്കണം. 73 വയസ്സ് 75 വയസ്സുള്ള ലീഡേഴ്സ് ഉണ്ട്. അവരുടെ എൻതൂസിയാസത്തിന്റെ 100% അംശം ഇല്ലാത്ത യങ്സ്റ്റേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം, റിട്ടയർ ആയ ഒരു വ്യക്തിക്ക് 30,000, 40,000, 50,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളും അദ്ദേഹത്തെ വിളിച്ച് സെലക്ട് ചെയ്യില്ല. പക്ഷേ സ്വയം ആ ലെവലിലേക്ക് ഉയർന്ന ആരുടെയും അടിമയല്ലാതെ സ്വന്തം സമയത്തിന്റെ കൺട്രോള് സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അംബീഷ്യസ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് നമ്മളുടെ കൂടെ വന്ന അസോസിയേറ്റ്സിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ, എന്റെ ലീഡറിനെ ഒരു അംബീഷൻ ഇല്ല, ഒരാഗ്രഹവും ഇല്ല, തീവ്രമായ ഒരാഗ്രഹമില്ല, പിന്നെ ഞാൻ എവിടെ എത്തിച്ചേരാൻ? എന്നെ കൊണ്ട് നടക്കില്ല. പക്ഷെ നമ്മുടെ കൂടെ വരുന്നവരെ കൊണ്ട് അംബീഷ്യസ് ആയിട്ട് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പുറത്തെടുപ്പിക്കണം. അതിനാണ് 6x6 രണ്ടാമത്തെ കാര്യം, മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീം ആൻഡ് പ്രോസ്പെക്ട്. സ്വപ്നങ്ങളില്ലാത്തവന്, ലക്ഷ്യമില്ലാത്തവന് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരു സെന്റൻസ് എപ്പോഴും ഞാൻ ചെറുപ്പത്തിൽ കേട്ടിരുന്നു. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണമെന്ന്. പക്ഷെ എപ്പോഴും അങ്ങനെ പറയുമ്പോഴും അത് വലിയവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം ഇല്ലാതെ വളർന്നത് കൊണ്ടാണ് ഇവിടൊക്കെ എത്തിയത്. അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ മറ്റു പലതും ആകാമായിരുന്നു. ഇപ്പൊ തോന്നിയിട്ട് കാര്യമുണ്ടോ? കാലചക്രം തിരിച്ചു കറങ്ങില്ല. ഡിറ്റർമൈൻഡ് ആയിരിക്കണം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, അഡമന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം, ഉറച്ച തീരുമാനം, മറ്റാർക്കും മാറ്റിക്കളയാൻ പറ്റാത്ത തീരുമാനം. ഒരാൾക്ക് വേണ്ടിയിട്ടും മാറാൻ പറ്റില്ല, ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടും മാറാൻ പറ്റില്ലാത്ത ഒരു ഡിറ്റർമിനേഷൻ ഉള്ള സ്ട്രോങ് വിഷ് ഉണ്ടായിരിക്കണം. അംബീഷനും ഡിറ്റർമിനേഷനും അത് പാലും വെള്ളവും പോലെയാണ്. മനസ്സിലായോ? അടുത്തത് എൻകറേജ് അതേഴ്സ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. നീ ചെയ്തോ, നീ പൊക്കോ, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. അതല്ല എൻകറേജ്മെന്റ്. ഞാൻ ഇറങ്ങി, നിങ്ങളും വായോ എന്റെ കൂടെ. അതുപോലെ ഈഗോ ഇല്ലാതെ ഒരാള് പറയുന്നതിനെ അംഗീകരിക്കാൻ. ഈഗോ ആണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് പറയുന്ന അത്ര എളുപ്പമല്ല. എത്ര എളുപ്പം എന്നല്ലാതെ ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈഗോലെസ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. വെറും അധര വ്യായാമങ്ങളായിട്ട് മാറാറുണ്ട് പലപ്പോഴും പല വാക്കുകളും. അത് അങ്ങനെ ആവത്തില്ല എന്റെ കാര്യത്തിലെന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ കുഴപ്പമില്ല. Then ready to learn, teach and duplicate. പഠിക്കാൻ തയ്യാറാവണം, പഠിപ്പിക്കാൻ തയ്യാറാകണം. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരാളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. പറ്റിയില്ലെങ്കിൽ പറ്റുന്നവരെ പോകണം. ഡയമണ്ട് ആക്കാൻ ആരാണ് വരുന്നതെന്ന് അറിയില്ല. ഡയമണ്ട് ആക്കിയാലും ആക്കിയില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലുള്ള ഒരു വരുമാനത്തിലേക്ക് ഉയർന്നു പോകാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ ഈ വള്ളം മുന്നോട്ട് പോവില്ല. ഇപ്പൊ വള്ളം കളിക്ക് ഒരാൾ ഒറ്റയ്ക്ക് തുഴയുന്ന വള്ളമുണ്ട്, 4 പേര് തുഴയുന്ന വള്ളമുണ്ട്, 12 പേരുടേതുണ്ട്, 27 പേരുടേതുണ്ട്, 51 തുഴയുള്ള ചുണ്ടൻ വള്ളം വരെയുണ്ട്. പക്ഷെ അതിന്റെ സക്സസ് എന്ന് പറയുന്നത് എല്ലാവരും ഒരേ ഡിറക്ഷനിൽ ചിന്തിക്കുകയും ഒരേ ദിശയിൽ തുഴയിടുകയും ചെല്ലുമ്പോഴാണ്. ഒരാൾ തിരിഞ്ഞു നിന്ന് തുഴഞ്ഞാൽ ആ വള്ളം ജയിക്കില്ല. അതാണ് ടീം വർക്കിന്റെ ഒരു ബ്യൂട്ടിയാണത്. ശരിക്കും എല്ലാവരും ഒരേപോലെ ചിന്തിക്കുക, ഒരേപോലെ പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മളുടെ 7 ദിവസങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ടീം ബിൽഡിങ്ങിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊമോഷൻ വളരെ അത്യാവശ്യമാണ്. പ്രൊഡക്റ്റ് സെയിൽ അല്ല, പ്രൊഡക്റ്റ് പ്രൊമോഷൻ, പരിചയപ്പെടുത്തലാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ കിട്ടുന്ന വരുമാനം. ഇപ്പൊ നമ്മളൊരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്താൽ
ഉദാഹരണത്തിന് എന്നെ വിളിക്കാണ് ഹോം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ. ഞാൻ അവിടെ വന്നു, എത്രയോ ദൂരെ, ഞാൻ വണ്ടി ഓടിച്ചു വരുന്നു അല്ലെ ബസ് പിടിച്ചു വരുന്നു, ഞാൻ അവിടെ വരുന്നു, സംസാരിക്കുന്നു, അവിടെ 50-60 പേരുണ്ട്, അവിടെ നല്ലപോലെ സെയിൽ നടക്കുന്നു, ഞാൻ ശരി സലാം പറഞ്ഞു പോന്നു, പൊന്നാട ഇട്ടു, ബൊക്കെ തന്നു, സന്തോഷം, ഫോട്ടോ എടുത്തു, സന്തോഷം, തിരിച്ചു പോന്നു. നാളെ വിളിക്കുമ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിച്ചു വരാൻ പറ്റുമോ? എനിക്ക് എന്ത് പ്രയോജനം കിട്ടി? നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അഭിയാനാണിത്. ശരിക്കും എന്തൊരു ദൗത്യമാണിത് RCM. പക്ഷെ ഏത് വലിയ ദൗത്യമാണെങ്കിലും അവനവനെ രക്ഷിക്കാതെ നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റില്ല. സ്വയം രക്ഷപ്പെട്ടു എന്ന് ഓരോ നിമിഷവും നമ്മൾ ഫീൽ ചെയ്യണം. നമുക്കും എക്സ്പെൻസസ് ഉണ്ട്. അപ്പൊ ലീഡേഴ്സിനെ നമ്മൾ താഴെയുള്ളവർ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടുത്തി മാക്സിമം അതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റണം. ആർക്കും ഒരു വരുമാന മാർഗമായിട്ട് തന്നെ ആ ഒരു മീറ്റിംഗ് മാറണം. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ ഇത് നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ്. പലയിടത്തും നടക്കാത്തൊരു മാറ്റമാണ്. ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇവിടെ ഞാൻ മീറ്റിംഗ് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. അപ്പൊ ആ സൈക്കിൾ ഓഫ് ലേണിംഗിൽ ഇതും വരും. പിന്നെ RCMൽ വന്നു കഴിഞ്ഞാൽ ലേണിംഗ് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ആരിൽ നിന്ന് പഠിക്കണം? ആദ്യം പഠിക്കുന്നത് നമ്മളെ കൂട്ടി ഇതിലേക്ക് കൊണ്ടുവന്നവരിൽ നിന്നാണ്. അപ്പ് ലൈനിൽ നിന്ന് പഠിക്കണം, ഡൗൺ ലൈനിൽ നിന്ന് പഠിക്കണം, ലവ് ലൈനിൽ നിന്ന് പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? കമ്പനിയെ പറ്റി പഠിക്കണം, പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം. പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചില്ലെങ്കിലാണ് നമ്മൾ എപ്പോഴും ഫോണിലായിരിക്കും. സർ ഇതെങ്ങനെയാ കൊടുക്കുന്നത്, മാഡം ഇതെവിടെയാ കൊടുക്കുന്നത്, ഇത് കൊടുക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? ഈ വക കോളുകൾ വരാതിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആർക്കും വിളിക്കാതിരിക്കണം. കാരണം ഫോൺ വിളിക്കുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് പോകും. ഫോൺ അറ്റൻഡ് ചെയ്യാൻ അവരെ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് വിഷമമാകും. കുറെ കഴിയുമ്പോഴായിരിക്കും പിന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്ന. അപ്പൊ പണ്ടത്തെ ഒരു പദ്യം ഓർക്കും, പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതു ബന്ധനോദ്യോഗം എന്തോടും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നോണ്ടായിരിക്കും ഞാൻ ഇപ്പം മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ പറയാമേ എന്ന് പറഞ്ഞിട്ട് മാഡത്തിനെ കിട്ടിയില്ല. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വൈകിട്ട് മാഡം തിരിച്ചു വിളിക്കുക, എന്തിനായിരുന്നു സാറേ വിളിച്ചേ? അയ്യോ മാഡം അതെ അവിടൊക്കെ ഒരു അവസരം ഉണ്ടായിരുന്നു, അത് പോയി. അപ്പൊ ആ അറിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ആ ഒരു അവസരം അല്ലെ ആ ഒരു വ്യക്തി ഇനി ചിലപ്പോ കാണില്ലായിരിക്കും, നഷ്ടപ്പെടില്ലായിരിക്കും. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നിത്യജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്നതാവാം. കാരണം കേട്ടിട്ടുണ്ട്, അയ്യോ മാഡം അത് രാവിലെ ഒരാളെ കണ്ടപ്പം വിളിച്ചതാ. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇതേ കാര്യം നമ്മുടെ ക്ലാസ്സുകളിൽ പല ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടല്ലോ, നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ട് മാഡം, പക്ഷെ എല്ലാം മറന്നു. തൽക്കാലത്തേക്ക് എഴുതിയിട്ട് തൂത്ത് കളയുന്ന മാജിക് സ്ലേറ്റ് ആക്കരുത് നമ്മുടെ നോട്ട്ബുക്ക് കേട്ടോ. സിസ്റ്റത്തിനെ പറ്റി പഠിക്കണം. സിസ്റ്റത്തിന്റെ പഠിക്കാത്തത് തന്നെയാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവാതിരിക്കാൻ കാരണം. ഒരു സിസ്റ്റത്തിന് ഉദാഹരണം പറഞ്ഞാൽ, സിസ്റ്റം എന്താണ്, പവർ എന്താണ് സിസ്റ്റത്തിന്റെ? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ 21/8 ഓഗസ്റ്റ് 2021 കേട്ട ഒരു ക്ലാസിന്റെ ആ ക്ലാസ്സിൽ നിന്നാണ് പവർ ഓഫ് സിസ്റ്റം മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു കഥ പറഞ്ഞു മൂർത്തി സാറ്. ഒരു ചെറിയ ഇരുമ്പ് ഗോളം, പെല്ലറ്റ്, വെടിയുണ്ട, അത് ചുമ്മാതെ എടുത്തെറിഞ്ഞാൽ ആർക്കും ഒരു ദോഷവും വരത്തില്ല. അത് വന്ന് തലയിലിടിച്ചാലും ഒരു പ്രശ്നവും ഇല്ല. AK-47 ഇട്ടിട്ട് കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സാധനത്തിന്റെ പവർ എന്തും മാത്രമുണ്ട്. അതേപോലെ പവർ ഉള്ളതാണ് നമ്മൾ ഓരോരുത്തരും, അത്രയും പവർഫുൾ ആണ്. പക്ഷെ ആ പവർ നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് ആ സിസ്റ്റത്തിൽ വന്നിട്ടാണ് ആ പവർ തിരിച്ചറിയുന്നത്. പവർ തിരിച്ചറിഞ്ഞ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ചവിട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, സിസ്റ്റം വിട്ടു പോകാത്തത്. സിസ്റ്റം പറയുന്നില്ല നിങ്ങൾ 1 ലക്ഷം രൂപ കടമെടുത്ത് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾ ആൾക്കാർക്കെല്ലാം കടം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലും പറയണില്ല. നിങ്ങൾ ആവശ്യത്തിനുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അത് വാങ്ങിപ്പിച്ച് നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് വളർത്തൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മനസ്സിലാക്കിയ രീതിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത്രയും സുതാര്യമായ ഒരു സിസ്റ്റം ഇത്രയും മോശമായിട്ട് ഉപയോഗിച്ച് 90% ആൾക്കാർ ഇട്ടിട്ട് പോകുന്ന ഒരു ലെവലിൽ. കാരണം മനസ്സിലാക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്, നമ്മൾ നമ്മളെ ബിൽഡപ്പ് ചെയ്യാത്തതിന്റെ വ്യത്യാസമാണ്. ഇതാരുടെയും കുറ്റമല്ല. കാരണം വേറെ ഒരു ട്രെയിനിങ്ങും ഇല്ല. ടീച്ചറായിട്ട് വരുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്. ഡോക്ടറായിട്ട് പോണ MBBS പഠിക്കണം മിനിമം. നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ 4.5 വർഷത്തെ നഴ്സിംഗ് കോഴ്സ് പഠിക്കണം, അല്ലെ 3.5 പഠിക്കണം, ഇല്ല 2.5 പഠിക്കണം, അല്ലെ മിനിമം 6 മാസത്തെങ്കിലും പഠിക്കണം. അതിന്റെ ഒരു പ്രത്യേക സിസ്റ്റത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷേ RCM ചെയ്യാൻ വരുന്നവരോട് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളൊന്നും പഠിക്കണ്ട. നമ്മൾ കൺവേ ചെയ്യുന്ന രീതിയാണ് തെറ്റ്. RCMൽ വന്നാൽ നെറ്റ്വർക്കിംഗ് ആണിത്. ഇത് നെറ്റ്വർക്കിങ്ങിലൂടെ വിജയിക്കേണ്ടതാണ്. നെറ്റ്വർക്കിംഗ് എന്താണെന്ന് നമ്മൾ ബേസിക് കാര്യങ്ങൾ അറിയണം.
2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായിട്ടും എൻ്റെ തലയിൽ കയറി. ഞാനിത് 3-ാം വർഷം ഈ മാസം പൂർത്തിയാകുന്നു. അപ്പൊ എൻ്റെ ഡിഗ്രി ഇൻ RCM ഫാമിലി RCM യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ആകുന്നു. അടുത്തത് പോസ്റ്റ് ഗ്രാജുവേഷന് ചേരും. അപ്പൊ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാവും. പ്ലാൻഡ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ. അതാണ് ഞാൻ ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ഗ്രോത്തും സാധ്യമല്ല. ഇട്ടിട്ട് പോകുന്നവർ ചിലപ്പോൾ കൂലിപ്പണിക്കാരായിരുന്നായിരിക്കാം, ശമ്പളക്കാരായിരുന്നിരിക്കാം. കൂലിപ്പണിക്കാരന് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവരുടെ 5 മണി കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ വേലക്കൂലി കൈ കിട്ടും. മാസാവസാനം സാലറി അക്കൗണ്ടിൽ വരും, അല്ലെങ്കിൽ കയ്യിൽ വരും. പ്രതീക്ഷ അവർക്ക് അവിടം വരെ പ്രതീക്ഷിക്കാനേ അറിയുള്ളൂ. ഒരു തട്ടുകടക്കാരനാണെങ്കിലും അതിനെ ഒരു ലാഭത്തിൽ, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തട്ടുകട തുടങ്ങിയാലും അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്നും തട്ടുകട തുറക്കണമെന്നും എന്നും സെയിൽ നടക്കണമെന്നും അത് കൊടുക്കുന്ന സാധനം വളരെ നല്ലതായിരിക്കണമെന്നും കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടണമെന്നും ആ തട്ടുകടക്കാരനറിയാം. അവൻ അതിന്റെ ലാഭം അടുത്ത മാസം പ്രതീക്ഷിക്കുന്നില്ല. അവൻ അതുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ തട്ടുകടയിൽ നിന്നൊരു ഹോട്ടലിലേക്ക് മാറണമെന്നുള്ള ഒരു ചിന്ത, ഒരു 25,000 രൂപ മുടക്കി, ഒരു 25,000 രൂപ ലോൺ എടുത്ത്, മുദ്രാ ലോൺ എടുത്ത് കരിക്ക് കട തുടങ്ങിയ ഒരു വ്യക്തിയെ എനിക്കറിയാം. ഇന്നത്തെ ഡേറ്റിൽ അദ്ദേഹത്തിന് ഓൾ ഓവർ കേരള ഏകദേശം 36ഓളം കരിക്ക് കടകൾ മാത്രമുണ്ട്. അവർക്ക് വാടക കൊടുക്കണ്ട, പക്ഷെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു. അയാൾ സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെ ഇങ്ങനെ വളരാൻ പറ്റി? കടം കൊടുക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം തന്നെ. അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇല്ലാതാവുന്നതിൻ്റെതും പ്രധാന കാരണം കടം തന്നെയാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ്, അതുപോലെ ഡിഫറെന്റ് ലെവലിനെ പറ്റി മനസ്സിലാക്കണം. കമ്മീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് കണക്ക് നോക്കണം. നമ്മൾ കണക്ക് നോക്കിയാലും നോക്കിയില്ലെങ്കിലും അക്കൗണ്ടിൽ പൈസ വരും, അത് വന്നോളും. അങ്ങനെ തന്നെയാണ് മിക്കവാറും ആൾക്കാർ പോകുന്നത്. എന്തായാലും TCG പറ്റിക്കത്തില്ല. അവർക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട്, നല്ലൊരു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്. നമ്മുടെ പൈസ എവിടെയും പോവില്ല, അത് ഉറപ്പാണ്. പക്ഷെ അതെങ്ങനെ കിട്ടുമെന്ന്, എത്ര കിട്ടുമെന്നൊന്ന് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ആ കമ്മീഷൻ വരുന്ന വഴി നമ്മളൊന്ന് അറിയണം. ഇത് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയാണ്. എന്തായാലും TCG പറ്റിക്കത്തില്ല, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ഒരാവശ്യത്തിനും പൈസ മുട്ടുന്നില്ല. 1637 രൂപ പെൻഷനിൽ ജീവിക്കേണ്ട വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇന്നോളം ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞാൻ RCM-ൽ വന്നിട്ട് വരുമാനം നേടിക്കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത തലങ്ങളിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത്രയും കാലത്തെ ലൈഫ് എക്സ്പീരിയൻസും പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. അപ്പൊ കമ്മീഷൻ ലെവലുകൾ മനസ്സിലാക്കണം. അറിയില്ലെങ്കിൽ നമ്മളുടെ സിമ്പിളായിട്ട് അറിയാനായിട്ടൊരു ബുക്ക് ഉണ്ട് നമുക്ക്. നമ്മുടെ ഈ ഒരു ബുക്കിനകത്ത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലാൻ ബുക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. സാറ് വേണം ചെസ്റ്റിന്റെ സൈഡിൽ പിടിക്കും, ചെസ്റ്റിന്റെ മുന്നിൽ പിടിക്കും. ഇതാണ് ആ ബുക്ക്, നമ്മുടെ പ്ലാൻ ബുക്കാണിത്. ഇതൊന്ന് നന്നായിട്ട് വായിച്ചാൽ, ആദ്യം ആ കണക്ക് കണ്ടപ്പോഴേ ഞാൻ മടക്കി വെച്ചു. ആദ്യം പേജ് മടക്കിയത് അവിടെ വെച്ചാട്ടാണ്. കാൽക്കുലേഷൻ, കമ്മീഷൻ കാൽക്കുലേഷന്റെ പേജ് വന്നപ്പോ ഞാനത് വിട്ടു. അത് കഴിഞ്ഞ ആ പഴയ ബുക്കിൽ 48ാമത്തെ പേജ് വന്നപ്പോ ഓടിച്ചൊന്ന് നോക്കി, ഞാനത് വിട്ടു. ഞാൻ നോക്കിയത് ഓരോ പ്രൊഡക്റ്റിന്റെയും കണ്ടന്റ് എന്താണ്, അതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വൈകി. പക്ഷെ വൈകിയത് കൊണ്ട് ഹിന്ദിയിൽ പറയുന്ന ദേർ ഹോ സക്താലേക്ക് അന്ധേറിനെ ഹോ സക്തേ. എല്ലാ കാലവും ഇരുട്ടിലിരിക്കില്ല, വെളിച്ചത്തിലേക്ക് വരും, വന്നുകൊണ്ടിരിക്കുന്നു. തയ്യാറെടുപ്പുകൾ നമ്മളുടെ മനസ്സിലാണ് കൃത്യമായിട്ടും വേണ്ടുന്നത്. ആൻഡ് അബൌട്ട് ദ ലെവൽസ്, ഏതൊക്കെ ലെവലിൽ നമുക്ക് എത്തിച്ചേരാം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് ചെല്ലാത്തത് കുഴപ്പമാണ്. അറിയായ്മ ഇല്ല, നമുക്ക് അറിവില്ലായ്മ ഒരു തെറ്റല്ല. പക്ഷെ അറിവില്ലായ്മ എക്കാലവും വന്നാൽ അത് തെറ്റ് തന്നെയാണ്. റോഡ് മുറിച്ച് കടക്കരുതെന്ന നിയമമുണ്ട്. ആ നിയമം അറിയില്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ല. പക്ഷെ ആ നിയമം അറിഞ്ഞിട്ടും തെറ്റിച്ചു പോകുന്നത് അവന്റെ കുഴപ്പം തന്നെയാണ്. ഇനി നമുക്ക് ക്ലബ്ബുകൾ ഉണ്ട്. നമ്മളുടെ പർച്ചേസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലബ്ബുകൾ ഉണ്ട്. അതൊരു മോട്ടിവേഷൻ ആണ്. നമ്മള് ലുലുവില് പോയിട്ട് 100 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ നമ്മളെ ഒരു ക്ലബിലും പെടുത്തില്ല. സെൻട്രൽ സ്ക്വയറിൽ പോയിട്ട് നമ്മൾ 10,000 രൂപയുടെ വാങ്ങിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് ക്ലബ്ബൊന്നും ഇല്ല. വേണമെങ്കിൽ അവരൊരു കാർഡ് തരും, രജിസ്റ്റർ ചെയ്യും. പിന്നീട് അവരുടെ ഓഫറുകളൊക്കെ നമുക്ക് മെസ്സേജിലും മെയിലിലും വന്നോണ്ടിരിക്കും. പക്ഷെ പ്രയോജനം ആർക്കാണെന്ന് ഓർക്കണം. പ്രയോജനം അവർക്ക് മാത്രമാണ്, നമുക്കൊരു പ്രയോജനമില്ല. പക്ഷെ ഇവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതൊന്ന് കാൽക്കുലേറ്റഡ് ആയിട്ട് വാങ്ങിച്ചാൽ, ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു പിന്നുണ്ട്. ഞാൻ ഈ കുത്തിയിരിക്കുന്ന ഡയമണ്ട് ക്ലബ്ബ്, ഇതിപ്പം 3ാമത്തെ വർഷം പൂർത്തിയാവുകയാണ്.
ഞാന് ഒരു ഡയമണ്ട് ക്ലബേ ചെയ്തുള്ളൂ. പിന്നെ അങ്ങോട്ട് 25,000-ന്റെ 4 ചെയ്തു. പിന്നെ ഇങ്ങോട്ട് 50,000 മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആദ്യം ഫസ്റ്റ് പർച്ചേസ് മാത്രമേ ഉള്ളൂ ശരിക്കും പർച്ചേസ് വോളിയം കുറവുള്ളത്. പിന്നെ അങ്ങോട്ട് പർച്ചേസ് വോളിയം ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മളുടെ ഇഷ്ടമാണ്. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം, ക്രൗൺ ക്ലബ്ബ് ചെയ്യാം, അതിന് മുകളിലോട്ടും. എന്നാൽ നിഷ്ഠയായിട്ട് നിങ്ങൾ ക്രൗൺ ക്ലബ്ബ് ചെയ്താലേ നിങ്ങൾ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എവിടെയും പറയണില്ല. ക്രൗൺ ക്ലബ്ബ് ചെയ്യാനും പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നമ്മൾ കടം കയറേണ്ട കാര്യമില്ല. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുക എന്നൊരു കാര്യം വീരാങ്കന വീർ ക്ലബില് പഠിപ്പിക്കുന്നുണ്ട്. മാൻ ഇൻ ദ മിറർ. നിങ്ങളെ താലപ്പൊലി പിടിച്ച് കരഘോഷങ്ങളോടുകൂടി നിങ്ങളെ സ്റ്റേജിലേക്ക് ആനയിക്കാം, നിങ്ങൾക്ക് പൊന്നാടയിടാം, ബൊക്കെ തരാം, മാലയിടാം. ഇതൊക്കെ നിങ്ങളുടെ പർച്ചേസ് വോളിയം, നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് ലെവല് കണ്ടിട്ടാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ വീട്ടിൽ ചെന്ന് തിരിച്ചു കയറി കിടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇതിന് എലിജിബിൾ ആണോ? യഥാർത്ഥത്തിൽ ഞാൻ ഇതിന് എലിജിബിൾ ആണോ? അതാണ് മാൻ ഇൻ ദ മിറർ. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ കൂട്ടുകാരോ ആരും പറയുന്ന കാര്യം സത്യസന്ധമല്ല. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുന്നത് മാത്രമാണ് സത്യസന്ധമായിട്ടുള്ളത്. അപ്പൊ അവനവനോട് കള്ളത്തരം പറയാതെയും അവനവന്റെ കണ്ണിൽ താന്നു പോകാതെയും ഉള്ള പ്രവൃത്തികൾ ശീലമാക്കി കഴിഞ്ഞാൽ RCM വെള്ളമൊഴുക്ക് പോലെ തന്നെ നിസാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. സക്സസ് വളരെ ഈസി ഫ്ലോയില് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് സക്സസ് പീപ്പിൾ നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റും, സന്തോഷത്തോടു കൂടി തന്നെ. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരുപാട് വോളിയം ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയവരുണ്ട്. ഇന്ന് അവരിൽ പലരും നമ്മുടെ കൂടെ ഈ ഒരു സിസ്റ്റത്തിൽ ഇല്ല. കാരണം അവര് സിസ്റ്റം പഠിക്കാൻ മെനക്കെട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ സിസ്റ്റം പഠിക്കാൻ ഇനിയെങ്കിലും തയ്യാറാവുക. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക, അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഡിസ്പ്ലേ വാൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഡിസ്പ്ലേ വാളിൽ നിന്ന് ഡയമണ്ട് ക്ലബിലേക്ക് ബില്ല് ചെയ്ത് അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതുപോലെ ഒരു 50 പേരെ കൊണ്ടുവരാം. ഓരോരുത്തരും 2 പേരും 3 പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മളുടെ പിൻ ലെവലുകൾ അച്ചീവ് ചെയ്ത് സക്സസ് റേറ്റ് കൂട്ടി ഒരു കാര്യം മുന്നോട്ട് വരുമ്പോൾ ഒരാൾ മാത്രമല്ല, ഒരുപാട് പേരുടെ സക്സസും ഒരുപാട് പേരുടെ സന്തോഷവും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നമുക്ക് നിൽക്കാനും മുന്നോട്ട് പോകാനും പറ്റും. അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് 6 ബേസിക്സ്, 8 കോർ സ്റ്റെപ്സ് ആൻഡ് 7 കാർഡിനൽ റൂൾസ്. ഇത് ഹൃദിസ്ഥമാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, സംസാരിക്കാൻ വിഷയമില്ല. അത്യാവശ്യം എന്ത് സംസാരിക്കും? പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കും, ബിസിനസിനെ പറ്റി സംസാരിക്കും. അതിനപ്പുറത്തേക്ക് ഒരാളിനോടും സംസാരിക്കാൻ ഒരു വിഷയമില്ല. സംസാരിക്കാൻ പോകുമ്പം ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ? ഇല്ല. കേൾക്കുന്ന ആളിന് പ്രയോജനമുണ്ടോ? ഒട്ടുമില്ല. പിന്നെന്തിനാ അത് പറയാൻ സമയം മെനക്കെടുന്നത്? ആ സമയത്ത് മറ്റെന്തെങ്കിലും ചെയ്യാം പ്രയോജനകരമായിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ചിന്ത മാറിക്കിട്ടാൻ ഏറ്റവും നല്ല 3 പുസ്തകങ്ങളാണ് ശരിക്കും 6 ബേസിക്സ്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്. ഞാൻ ഇത്രയും കാലം കൊണ്ട് ഈ 3 വർഷം കൊണ്ട് പഠിച്ച എന്റെ പഴയ ബുക്ക് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ നോട്ട്സ് എല്ലാം എഴുതിയത്. പഴയ ഒരു ബുക്ക്, 6 ബുക്ക് ഉണ്ട്. പക്ഷെ ഇതിനകത്തുനിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രധാനമായിട്ട് കുറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനകത്തെ നോട്ട്സ് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്, വേറെ ഒന്നുമല്ല. സെയിൽ എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ, സെയിൽ അത് ചിലപ്പോ ഒരു പ്രൊഡക്റ്റ് ആവാം, ഒരാശയമാകാം സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സേവനമാകാം സെയിൽ ചെയ്യുന്നത്. ഇത് മൂന്നുമില്ലാതെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോവില്ല. ഈ രഥത്തിന്റെ വീല് മുന്നോട്ട് പോകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നുകിൽ ആശയം സെയിൽ ചെയ്യണം. സെയിൽ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വീൽ ഉരുണ്ട് മുന്നോട്ട് പോകാതെ ഉന്തി മുന്നോട്ട് കയറ്റാൻ പറ്റില്ല. ഫ്രിക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സെയിൽ വളരെ അത്യാവശ്യമാണ്. ആശയങ്ങൾ കൺവേ ചെയ്യുന്നത് ഒരു സെയിലാണ്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. TCGയുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ് ഭാരതത്തിലുള്ള ഏറ്റവും സാധാരണക്കാരായ വ്യക്തികളെ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് അവരെ മാറ്റി ട്രാൻസ്ഫോം ദ ലൈഫ്. ഇന്നത് ലോകമെമ്പാടും വ്യാപിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആൻ ഐഡിയ, ഇല്ലേ?
ആ ഒരു ആശയം മാത്രമാണ്. അദ്ദേഹം അത് പുറത്തു പറയാതിരുന്നെങ്കിൽ, അതിന്റെ മേൽ പണിയെടുക്കാതിരുന്നെങ്കിൽ ഇന്ന് ലക്ഷോപലക്ഷം ആൾക്കാരുടെ വരുമാന മാർഗമായിട്ട്, ജീവിത മാർഗമായിട്ട് അത് മാറില്ലായിരുന്നു. ഒരുപാട് മില്യൺ കണക്കിന് ആൾക്കാരുടെ ആരോഗ്യം രക്ഷപ്പെടുത്താൻ അതിന് സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ആശയം എന്റെ മുമ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഹെൽത്തിന് പ്രൊമോഷൻ കൊടുക്കാത്ത ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇതിനകത്ത് കാണില്ല. കാരണം ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം സീറോയാണ്. ആ സീറോയിൽ നിന്ന് 100% എത്താൻ സഹായിച്ചത് ഈ ഒരു ആശയമാണ്. നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനെ വെറും പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടല്ല, ഇത് മുമ്പിൽ നിൽക്കുന്ന ഒരാളിനെ സഹായിക്കാനുള്ള ഒരു വഴിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം, ആരും യാദൃശ്ചികമായിട്ട് ഇതിനകത്ത് ആക്സിഡന്റലി വന്നവരാരുമില്ല. നിങ്ങളെല്ലാം ഇതിൽ വരണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ പ്രാർത്ഥിക്കുക? എന്റെ അസുഖം മാറ്റിത്തരണേ, എനിക്ക് വരുമാനം ഉണ്ടാവണേ, എന്റെ കടം വീടണേ, എന്റെ മക്കൾ നന്നാവണേ, എന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമായി. ഇതൊരു നോർമൽ വ്യക്തിയുടെ ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഈശ്വരനെ നേരിട്ട് ആരും കണ്ടിട്ടില്ല. RCMനാണ് ആ ഒരു രൂപമുള്ളത്. RCM നിങ്ങളെ പരിചയപ്പെടുത്തിയവർക്കാണ് ആ രൂപമുള്ളത്. നമ്മൾ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരുടെ വാക്കോ ആരുടെ പ്രവൃത്തിയോ ആണ് ഉതകുന്നത്? അവരാണ് ഈശ്വരൻ. നമ്മളുടെ ദൈവത്തിന്റെ രൂപങ്ങളെല്ലാം തന്നെ മനുഷ്യരൂപത്തിലാണ് ഉള്ളതല്ലേ? ഒരു സങ്കല്പമാണ്. പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ രൂപമാണ് പരമാത്മാവിനുള്ളത്. പക്ഷെ ആ പരമാത്മാവിനെ ആരും കാണുന്നില്ല. നമ്മൾ നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ നമുക്കിതിലൂടെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്ക് വന്ന ട്രെയിനിങ് ഇല്ലാത്ത കുറെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. വന്നു കഴിഞ്ഞ് ട്രെയിൻ ചെയ്ത ആൾക്കാരാണ്. ഇഷ്ടംപോലെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വരുന്ന സമയത്ത് ഏകദേശം 432ഓളം ഡയറക്റ്റ് കമ്പനികളുണ്ട്. ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാമോ? വല്ലവർക്കും നമ്മൾ ദോഷം ചെയ്യുമോ? ഇവർക്ക് ഇനിയും വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുമോ? അവരെ ഇനിയും പോലീസ് പിടിക്കാൻ വരുമോ? നമ്മുടെ സജീവ് സാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അയലോക്കക്കാരൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് സജീവിനെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്ന് അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന അയലോക്കക്കാരുണ്ട്. ഇപ്പോഴും ഉണ്ട് അതുപോലുള്ള ആൾക്കാർ. പക്ഷേ നമ്മൾ കമ്പനിയെ മനസ്സിലാക്കുവാണെങ്കിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കും. ഒരു കമ്പനി തെരഞ്ഞെടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് പുതുതായിട്ടുള്ളവർക്ക് എഴുതണമെങ്കിൽ എഴുതിയെടുക്കാൻ പോയിന്റ് ബൈ പറയാം. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കമ്പനി സ്ട്രോങ് ആയിരിക്കണം, നല്ല ഭിത്തി ഉണ്ടായിരിക്കണം, നല്ല എല്ലാ നിയമങ്ങൾക്കും അതീതമായിട്ടല്ല, എല്ലാ നിയമങ്ങൾക്കും വിധേയമായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം. ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിന് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം. ഇതൊക്കെ അറിയാൻ നമ്മൾ പുറത്തു പോയി ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരും ഏറ്റവും എളുപ്പത്തിൽ. പുസ്തകം വാങ്ങിക്കാനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, ആ കമ്പനി സ്വന്തമായ പ്രൊഡക്റ്റുകളാണോ അവരുടെ കമ്പനി കൂടെ തരുന്നത്? മറ്റാരുടെയോ സാധനങ്ങൾ വാടകയ്ക്കെടുത്ത് ലാഭം വീതം തിരിച്ച് അവർക്ക് കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ പോകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അടുത്തത് കൺസ്യൂമബിൾ പ്രൊഡക്റ്റ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൺസ്യൂമബിളിന്റെ കൂടെ റിപ്പീറ്റബിൾ എന്നും കൂടെ എഴുതി ചേർക്കുക. കാരണം ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ സാധനങ്ങളാണോ നമ്മൾ കൊടുക്കുന്നത്? ആ കമ്പനിയാണോ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്? അതിന്റെ വില സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതാണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ചോദിക്കുന്ന അതല്ലേ നമ്മളോട്, നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഭയങ്കര വില കൂടുതലല്ലേ? അതെ, വില കൂടുതലാണ്. അവനവന്റെ ശരീരത്തിന് എത്ര വില കൊടുക്കും? തിരിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ശരീരത്തിന് എന്ത് വിലയിടാൻ പറ്റും? അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില കമ്പയർ ചെയ്യും. അടുത്തത്, ജോയിനിങ് ഫീസ് ഉണ്ടോ? RCMൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഫീസ് കൊടുത്തിട്ടുണ്ടോ? എന്നാൽ മറ്റു പല കമ്പനികളിലും അവർ തീരുമാനിക്കുന്ന പാക്കേജ്, നിശ്ചിത തുകയ്ക്കുള്ള പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യാം. കെട്ടുതാലി പണയം വെച്ചിട്ട് കെട്ടിയോൻ അറിയാതെ ജോയിൻ ചെയ്ത് അയലോക്കക്കാരെയും ബന്ധുക്കളെയും ജോയിൻ ചെയ്യിപ്പിച്ച് കുളത്തിലായ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ മനുഷ്യന്റെ മുഖം പുറത്ത് കാണിക്കാൻ പറ്റാതെ തലമുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിൽ പോയത്. അങ്ങനെ ഒരു കമ്പനിയിലാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണം. ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണോ എന്ന് കൂടെ പ്രത്യേകം അറിയണം. നമ്മൾ ജയ് ഹിന്ദ് ജയ് ഭാരത് ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയോട് നമ്മൾക്ക് പറയുന്നത് അധര വ്യായാമം അല്ലാതെ നെഞ്ചിൽ തൊട്ട് എന്റെ ഭാരതം, എന്റെ അച്ഛൻ, എന്റെ അമ്മ എന്ന് പറയുന്ന അത്രയും സിൻസിയറിയോട് കൂടിയാണ് നമ്മൾ എന്റെ ഭാരതം എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒന്ന് ഇൻഡയറക്ട്ലി ചെയ്യുക. ഞാൻ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ലൈഫ് ഇൻഷുറൻസിലുമുണ്ട്, ജനറൽ ഇൻഷുറൻസിലും ഉണ്ട്. രണ്ടിന്റെയും കൺസെപ്റ്റിൽ
ഇങ്ങനൊരു കാര്യമുണ്ട്. നവഭാരത നിർമ്മാണത്തിൽ അല്ലെ ഭാരത നവോത്ഥാനത്തിൽ ഒരു ചെറിയ പങ്ക് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് വഹിക്കുന്നു. PWDക്ക് പൈസ കൊടുക്കുന്നുണ്ട്, നാഷണൽ ഇൻഷുറൻസിൽ നിന്ന്, മീൻസ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന്. റെയിൽവേക്ക് പൈസ കൊടുക്കുന്നുണ്ട്, റോഡ് നിർമ്മാണത്തിന് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ? കൊടുക്കില്ല. ഞാനടക്കുന്ന പ്രീമിയത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡയറക്ട്ലി നാടിന് വേണ്ടിയിട്ട് ആരും കൊടുക്കില്ല. കുടത്തിൽ കൈയിട്ടാൽ ചെറുവിരലെങ്കിലും മടക്കി പിടിക്കാതെ ബാക്കി നിവർക്കില്ല, നിവർക്കാൻ പാടില്ല. അവനവനുള്ളത് കരുതാതെ ഒരാളും മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വയം ഇതൊരു തീരുമാനത്തിൽ ഉണ്ടാവണം. നമ്മൾ നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ അത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു ഘട്ടത്തിൽ അങ്ങനെ അത് മാത്രം ലക്ഷ്യമാക്കി, അത് പ്രധാന ലക്ഷ്യമാക്കി പോകുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെ ഞാൻ ഉള്ളത്. ആ ഒരു തിരിച്ചറിവ് വളരെ വലുതാണ്. അടുത്തത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, ഇപ്പം ഇടതും വലത്തും ഓരോരുത്തരെ ചേർത്ത് കഴിഞ്ഞാൽ നിന്റെ പൈസ ഊരിക്കിട്ടും, അവര് വരുമ്പം നിന്റെ പൈസ നിനക്ക് പിന്നെ ലാഭമാകും, അങ്ങനെ പറയുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ട്. ഏതാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ വന്നവരെയൊക്കെ ഞാൻ ഓടിച്ചു. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഓടിച്ചു. 1,00,000 രൂപ മുടക്കണം മാഡം, അത് കഴിഞ്ഞിട്ട് 8 മാസം കൊണ്ട് മാഡത്തിന് ഈ അടച്ച പൈസ തിരിച്ചു കിട്ടും. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് അടച്ചിട്ടല്ലേ തിരിച്ചു കിട്ടുള്ളൂ, അടയ്ക്കാതെ തിരിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. അത് പറ്റില്ല. അപ്പൊ എന്റെ ഇല്ല, 1,00,000 രൂപ ഞാൻ എങ്ങനെ കൊടുക്കും? RCM-ൽ ചേരണമെങ്കിൽ 1,00,000 രൂപ വേണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ല, കമ്പനി അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്ട്രോങ് ആണോ? ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ വാസലിന് പോലും നമുക്കൊരു എക്സ്പ്ലനേഷൻ പറയാനുണ്ട്. നമ്മൾ തേക്കുന്ന എണ്ണയ്ക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്, കഴിക്കുന്ന ആട്ടയ്ക്കുണ്ട്, തേയിലയ്ക്കുണ്ട്. ഓരോ പ്രൊഡക്റ്റിനും അതിന്റെ ഹെൽത്ത് കൺസേൺ പറഞ്ഞുകൊണ്ട് മനുഷ്യന് ഉപകാരപ്രദമായ, പ്രകൃതിക്ക് ദോഷമില്ലാത്ത, അത് ഹെൽത്തി ആണ്, ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ്, എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഭൂമിയെ, പര്യാവരണ സ്വച്ഛത എന്ന് പറയുന്നത് ഭൂമിയെ കരുതി വെക്കാൻ പോകുന്ന, ഭൂമിയിലേക്ക് വിഷവാതകങ്ങൾ ഒന്നും വിടാത്ത, മണ്ണിന്റെ ആ ഒരു എന്താ പറയാ, മണ്ണിന്റെ ആ നല്ല ഗുണം, ഫലഭൂയിഷ്ടി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് വരും തലമുറയ്ക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ തുടക്ക സമയത്ത് TCGയുടെ കുറെ ബുക്കുകൾ വായിച്ചിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് 4 തലമുറയ്ക്ക് മുമ്പ് എങ്ങനെയാണോ ഭൂമിയും അന്തരീക്ഷവും നമുക്ക് കൈമാറപ്പെട്ടത്, അതുപോലെ തന്നെ വരും തലമുറയ്ക്ക്, അതും ഈ ഒരു 2 ജനറേഷൻ അപ്പുറം നമ്മുടെ തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. ബാങ്ക് ബാലൻസ് മാത്രമല്ല RCM-ലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കൊടുത്തിട്ട് പോകാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കീടനാശിനി ഇല്ലാതെ കീടനിവാരണിയുള്ള ഇസ്രയേൽ ടെക്നിക്ക് പോയി നിന്ന് പഠിച്ച് 40 വർഷം അവിടുത്തെ ഒരു അന്തേവാസിയായി നിന്ന് അവിടുത്തെ ടെക്നോളജി പഠിച്ച് തിരിച്ച് കേരളത്തിൽ വന്ന് ഒരു കമ്പനി ഇട്ട് അത് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. കേരളത്തിലോട്ട് ലീഡേഴ്സ് ഉറ്റുനോക്കുന്ന കാര്യം, കേരളം അഭ്യസ്ത വിദ്യരാണ്, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നവരുമാണ്. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത്, കേരളത്തിന് ആരംഭശൂരത്വം കൂടുതലാണെന്നുള്ളതാണ്. നിലനിൽപ്പ്, കണ്ടിന്യൂറ്റി, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കുറവാ. അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ളൊരു മെന്റാലിറ്റി കൂടുതലാണ് ആൾക്കാർക്ക്. അപ്പൊ അതാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അപ്പൊ ശക്തമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കുള്ളത്, UES, യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിന്റെ തന്നെ പ്രാദേശിക തലത്തിൽ ഇഷ്ടംപോലെ ലീഡേഴ്സ് അവരവരുടെ ഭാഷയിൽ മനസ്സിലാകുന്ന തലത്തിലേക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് വലിയ ഗ്രൂപ്പുകളുണ്ട്, ചെറിയ ഗ്രൂപ്പുകളുണ്ട്, നമ്മളുടെ ഓരോരുത്തരുടെയും ഗ്രൂപ്പുകൾ വേറെയുണ്ട്. പക്ഷെ പറയുന്നതെല്ലാം ഒരേ കാര്യമായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. കമ്മ്യൂണിക്കേഷന്റെ കഥ പറയുമ്പോൾ ഒരു ബജാജ് അലയൻസിന്റെ മോട്ടോർ വാഹനത്തിൽ വന്ന ഒരു ഫാമിലിക്ക് ഒരു ആക്സിഡന്റ് പറ്റി അവരെ ആശുപത്രിയിലാക്കി എന്നുള്ളൊരു കഥയില് 52ാമത്തെ ആളിൽ ആ കഥ ട്രാൻസ്ഫർ ചെയ്തപ്പം ബജാജും ഇല്ല, ഓട്ടോയിൽ വന്ന ഫാമിലിയും ഇല്ല, മീൻസ് ബജാജിൽ സ്കൂട്ടറിൽ വന്ന ഫാമിലിയും ഇല്ല, അവർക്ക് ആക്സിഡന്റും സംഭവിച്ചിട്ടില്ല, മറ്റാരോ ഉണ്ടാക്കിയ ഒരു കമ്പനി എന്ന് വരെ കഥകൾ മാറി. അതാണ് കമ്മ്യൂണിക്കേഷന്റെ പവർ. അപ്പൊ നമ്മൾ മുകളിൽ കേൾക്കുന്നത് അതേപടി ട്രാൻസ്ഫർ ചെയ്ത് ചെറിയ ഗ്രൂപ്പ് വരെ അവിടെ എത്തണം. ഇന്ന് രാവിലെ രാജൻ സാറ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മള് ഒരു ഗ്രൂപ്പിലേക്കും ടോപ്പ് ലെവലിൽ ഡിസ്കസ് ചെയ്യുന്ന മീറ്റിംഗ്, ഇപ്പൊ ടെക്നിക്കൽ ലെവലിലേക്ക് കിട്ടിയാൽ ടെക്നിക്കലിൽ നിന്ന് താഴെ ലെവലിലേക്ക് പോകണം, അവിടുന്ന് താഴേക്ക് ഏറ്റവും ഒടുവിൽ ജോയിൻ ചെയ്ത ആൾ വരെ ഇൻഫർമേഷൻ പോകണം എന്നുള്ളതാണ്. പക്ഷെ എത്ര പേര് അത് കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തു പോകുന്നുണ്ട്, എത്ര പേർക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്?
ഏറ്റവും ഒടുവിൽ ഉദാഹരണം പറഞ്ഞത് 28-ാം തീയതി നടക്കുന്ന മീറ്റിംഗിന്റെ കാര്യം അറിയാത്ത മനുഷ്യരുണ്ട്. TCG നമ്മളെ കാണാൻ ന്യൂ ഇയറിലാണ് വരാറുള്ളത്. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അദ്ദേഹം ഇപ്രാവശ്യത്തെ വരവ് 10-ാം തീയതിക്ക് ശേഷമാക്കി. അപ്പൊ അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിയാത്ത ആൾക്കാർ ഇന്ന് RCM-ലുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? എല്ലാവർക്കും അറിയാവോന്ന് ചോദിച്ചാൽ ഇല്ല. എത്ര പേരുണ്ട് ഇവിടെ? എന്നിട്ട് നമ്മളിപ്പോ 213 പേരേ ഉള്ളൂ. 44 ഉണ്ടായിരുന്നു, അവര് താഴെ പോയി. അപ്പൊ ഇത് നമ്മൾക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ കാരണം ആരംഭശൂരത്വം മാത്രമാണ്. അടുത്തത്, ഒരു സ്ട്രോങ് വിഷൻ ഉള്ള ഒരു കമ്പനി ആയിരിക്കണം. 10 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്നില്ലാത്ത കാര്യം വരും കാലങ്ങളിൽ ഒരു ടീം വർക്കിലൂടെ സാധിച്ചെടുക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് വിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനെ മാറ്റിയെടുക്കുക, അവർക്ക് ആരോഗ്യം കൊടുക്കുക. ഹെൽത്ത് ഫോർ ഓൾ എന്ന WHO-യുടെ ഒരു ഉന്നമുണ്ടായിരുന്നു. ഹെൽത്ത് ഫോർ ഓൾ ബൈ 2000 AD എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. 2000 കഴിഞ്ഞ് 2024 ആയിട്ടും ഇപ്പോഴും ആ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള മിഷൻ ഇല്ല. അത് സ്ഥാപിച്ചത് 1973-ലാണ് അങ്ങനെ ഒരു ആഹ്വാനം ചെയ്തത്. അതിപ്പോഴും ഇല്ല. ഹെൽത്ത് ഫോർ ഓൾ അവിടെ തന്നെ കിടക്കാണ്. എന്തുകൊണ്ട്? അവനവനെ സ്വയം സഹായിക്കാത്തത് കൊണ്ട്. സിമ്പിൾ. നമ്മൾ എപ്പോഴും ചാരി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഹെൽത്ത് ഫോർ ഓൾ സാധിക്കാത്തത്. നമ്മുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് ഡോക്ടർമാരാണ് നമ്മുടെ ആരോഗ്യം രക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ്. മുതിർന്നവര് പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത മക്കളായതുകൊണ്ടാണ്. മുതിർന്നവരെ കാണുമ്പോൾ അവർക്ക് പ്രായമാകുമ്പോൾ ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനും മുതിരുമ്പോ അങ്ങനെ ആയിരിക്കും. അതിനേക്കാൾ നല്ലത് മുതിർന്നു കഴിഞ്ഞ് ഒന്നും കഴിക്കാൻ മേലാത്ത പ്രായം വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഇപ്പൊ തന്നെ കഴിക്കാവുന്നതൊക്കെ കഴിച്ചേക്കുക. അപ്പൊ കുറച്ചും കൂടെ നേരത്തെ ഒന്നും കഴിക്കാൻ മേലാത്ത പ്രായത്തിലേക്ക് പോകും. അവനവന്റെ വയസ്സിനേക്കാൾ കൂടിയ വയസ്സുമായിട്ട് നമ്മൾ നടക്കും. അപ്പൊ നമ്മളെ ഒന്ന് പഠിച്ചാൽ ലോകം മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനി തിരഞ്ഞെടുക്കണം. ഒരു 10 പേര് കൂടി പുതിയൊരു കമ്പനി ഇവിടെ റീസെന്റ് നമ്മുടെ കൊറോണ ടൈമില് കളമശ്ശേരിയിൽ രൂപം കൊണ്ട ഒരു കമ്പനി ഉണ്ട്. ഇന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. നിരന്തരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, മാഡത്തിന് ലക്ഷങ്ങൾ ഉണ്ടാക്കാം, പെട്ടെന്ന് വരുമാനം. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ലക്ഷങ്ങൾ വരുമ്പോൾ ബോധം കെട്ടുപോകും, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തന്നെയാണ് അവസാനം ഫോൺ വെച്ച പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്യായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ നല്ല തലയുള്ള ആൾക്കാരുണ്ട്. എങ്ങനെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യണം, എങ്ങനെ അവരുദ്ദേശിച്ച ലക്ഷ്യം എത്തിക്കഴിയുമ്പോ മുങ്ങണം എന്നവർ പഠിച്ചു വെച്ചിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ കൂണുകൾ പോലെ മുളച്ച ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇന്നില്ല നമുക്ക്. പക്ഷെ ആ കൂണുകളിലൂടെ ആകർഷണം നേടി അവരിലേക്ക് ആകൃഷ്ടരായിട്ട് ഒരുപാട് പേര് കണ്ണുനീരുമായിട്ട് കഴിയുന്നവരുണ്ട്. ആരോഗ്യം നഷ്ടപ്പെടും, മാനഹാനിയും പണം നഷ്ടവും. സിമ്പിൾ. പൈസയും പോയി, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ മേലാത്തൊരവസ്ഥയിലേക്കും ചെന്നു. നമ്മൾ ചേരുന്നതിന് മുമ്പ്, നമ്മളൊരു കമ്പനിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെനിക്ക് പറ്റിയതാണോ എന്ന് ചിന്തിക്കുക. കഴിക്കാൻ മുമ്പിൽ വരുന്ന ആഹാരം എത്ര ടേസ്റ്റി ആണെങ്കിലും അതെനിക്ക് പറ്റിയതാണോ എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു MLM-ൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ MLM-നെ ആദ്യം നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം. ഞാൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം പഠിച്ചതിന് ശേഷം ഏപ്രിൽ 16-ാം തീയതി തീരുമാനമെടുത്ത് ഏപ്രിൽ 29-ാം തീയതി ജോയിൻ ചെയ്തു 2021-ൽ. ജനുവരി 6-ാം തീയതിയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തെ പറ്റി കേൾക്കുന്നത്. കേട്ട അന്ന് മുതൽ സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ല ബോധ്യം വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഐഡിയ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ വേണം തെരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്. പിന്നെ ഒരു കാര്യം, നമുക്ക് നിയമത്തിന്റെ പരിരക്ഷയിലാണോ നമ്മൾ RCM-ൽ വർക്ക് ചെയ്യുന്നത്? നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടെന്ന് ബോധ്യമുള്ളവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? നിയമ പരിരക്ഷയോട് കൂടിയാണ് RCM നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതെന്ന് ബോധ്യമുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യും. ഒരുപാട് പേർക്ക് സംശയമുണ്ട്. സംശയമൊന്നും വേണ്ട. നമുക്ക് നിയമത്തിന്റെ പരിരക്ഷയിൽ തന്നെയാണ്. നമുക്ക് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളുടെ നിയമപരിധിയിൽ വന്ന റെഗുലേഷൻസ് എല്ലാവർക്കും അറിയാം. ആ റെഗുലേഷൻസിന് വിധേയമായിട്ടാണ് നമ്മൾ ഇതിലുള്ളത്. നമുക്ക് അതിന്റെ ഒരു സംശയം വേണ്ട. ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് സെയിൽ ചെയ്യുന്നതിന് ഒരു നിയമപരിരക്ഷ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട്, ഒരു സ്റ്റെപ്പ് അല്ല, ഒരുപാട് സ്റ്റെപ്പുകൾ മുന്നോട്ടാണ്. അഡ്വാൻസ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ് പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് സ്വന്തം കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇനി വരും കാലങ്ങളിൽ നെറ്റ്വർക്കിംഗ് ആര് ചെയ്യും? ഡയറക്റ്റ് സെല്ലിംഗ് ഇന്നൊരു പാഠ്യ വിഷയമാണ്.
പ്രകാശ സംശ്ലേഷണം 3-ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു സെന്റൻസിൽ തുടങ്ങുന്നത് +2 എത്തുമ്പോൾ ചാപ്റ്റർ ആണ് അതിനെപ്പറ്റി പഠിക്കാനുള്ളത്. ആ ഒരൊറ്റ സെന്റൻസിനെ പറ്റി, ആ ഒരു പ്രവർത്തനത്തെ പറ്റി എന്ന് പറഞ്ഞതുപോലെ നെറ്റ്വർക്കിംഗ്, മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് 5-ാം ക്ലാസ് മുതൽ പാഠ്യ വിഷയമായിട്ട് PhD വരെ എടുക്കാവുന്ന ലെവലിലേക്ക് ആ ഒരു വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ PhD എടുത്ത കുട്ടികൾ, ഡിപ്ലോമ എടുത്ത കുട്ടികൾ, ഡിഗ്രി, ഡയറക്റ്റ് സെല്ലിംഗിൽ ഡിഗ്രി എടുത്ത കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് അപ്പൊ പോയിട്ട് ഡിഗ്രി എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിനെ തിരിച്ചറിയണം. അവര് ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ താഴെയാണ്. നമ്മൾക്ക് അറിവില്ല, ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ അവര് നമ്മുടെ കൂടെ വന്നാൽ നമുക്ക് പവർ കൂടും, ഇല്ലേ? 9 8-നെ അടിച്ച കഥ എല്ലാവർക്കും അറിയാലോ. 1-ലെത്തിയപ്പോ 1-ന് അടിക്കാൻ ഒന്നുമില്ലായിരുന്നത് കൊണ്ട് 1 0-ത്തെ ചേർത്ത് നിർത്തി ഏറ്റവും പവർഫുൾ ആയി മാറിയതുപോലെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് പഠിച്ച ഒരു വ്യക്തിയെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റിയാൽ അത് നമ്മളുടെ സക്സസ് സ്റ്റോറിയുടെ ദി എൻഡ് ആയിരിക്കും. അവിടെ അങ്ങ് തുടങ്ങുമല്ല, അവിടെ എല്ലാം പൂർണ്ണമാകുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ മുന്നോട്ട് പോകാൻ ഇഷ്ടം പോലെ വഴികൾ, നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ അവരിലൂടെ ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മള് ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകണം. ഈഗോലെസ് ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. ഇനിയുമുണ്ട് കുറെ അധികം കാര്യങ്ങൾ. സക്സസിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് ഇല്ലാത്ത കുറച്ച് മന്ത്രങ്ങളൂടെ പറയാം. ഹാർഡ് വർക്ക്, നോ ഷോർട്ട് കട്ട്. കമ്മിറ്റ്മെന്റ്, അവനവനോട് കമ്മിറ്റഡ് ആയിരിക്കണം. ഞാൻ ഇത് ചെയ്തേ മതിയാവൂ, എന്ത് കാരണമാണെങ്കിലും. അടുത്തത് ഡെഡിക്കേഷൻ. അടുത്തത് അക്കൗണ്ടബിലിറ്റി, വിശ്വാസ്യത, ഇല്ലേ? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവണം. അവനവന്റെ റെസ്പോൺസിബിലിറ്റി മറ്റൊരു തോളിൽ വെച്ചിട്ട് നടക്കുന്നവർക്ക് ഒരു ടീമിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. ഓരോ വ്യക്തിയും എപ്പോഴാണ് ഒരു ലീഡർ ആവുന്നത്? സ്വന്തം ഐഡിയുടെ താഴെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റും RCMലെ മുന്നോട്ടുള്ള ലൈഫും ആ ഒരു വ്യക്തിയുടെ, അതായത് എന്റെ താഴെ ഒരാൾ വന്നാൽ എന്റെ ഉത്തരവാദിത്തമാണ് ആ വന്ന വ്യക്തിയെ പാകപ്പെടുത്തി എടുത്തുകൊണ്ട് വരിക എന്നുള്ളത്. അതിന് ഞാൻ എന്നെ തയ്യാറാക്കണം. ആ തയ്യാറാക്കാനുള്ള കാര്യങ്ങളും നമ്മുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ വിഷൻ, നമ്മുടെ മിഷൻ, അതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അധികപ്പറ്റായോന്നൊന്നും എനിക്കറിയില്ല. ഒരു അവസരം എനിക്ക് കിട്ടി, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ വന്നത്. എനിക്ക് പറയാൻ ഇഷ്ടമാണ്. കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പറയാനും ഇഷ്ടപ്പെടും. അപ്പോ താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ തുടക്കത്തിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യം തിരുത്തിയിരുന്നു. പക്ഷെ അത് ആവേശത്തിൽ പറ്റിപ്പോയതാണ്. എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് എന്നെ അറിയില്ല. അറിയില്ലാത്ത ആൾക്കാരിലേക്ക് ഇതിനെ നമ്മൾ റെഫർ ചെയ്യുമല്ലോ. അപ്പം 30 വർഷത്തെ നഴ്സിംഗ് സർവീസിൽ 20 വർഷം മരുന്ന് കാലമായിരുന്നു. അരമുറി ഗുളികയെ തുടങ്ങി 16ഓളം ഗുളികകളിൽ എത്തിയിരുന്നു. ഇന്ന് അരമുറി ഗുളിക പോലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ രാജൻ സാറിന്റെ ആ വീഡിയോയുടെ ടൈറ്റിൽ ലിവ് വിത്തൗട്ട് മെഡിസിൻ എന്നുള്ളത് ലിവിങ് വിത്തൗട്ട് മെഡിസിൻ എന്ന് ആക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പരീക്ഷിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അതുകൊണ്ട് റിസൾട്ട് കിട്ടിയപ്പോ ഞാൻ പറയുന്ന വാക്കുകൾ കോൺഫിഡൻസോടുകൂടി, എനിക്ക് കൺവിൻസിങ്ങോടുകൂടി പറയാൻ പറ്റും. കോളുകൾ ചെയ്യുന്നവർക്ക് ആ ഒരു കൺവിക്ഷൻ സ്വയം വരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് മാഡം ആകുമ്പോ പറയുമ്പോ ഒന്നുകൂടെ ഒരു വിശ്വാസം വരും. അപ്പോ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിളിയാണ്, അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതും മാറ്റണം. അതും മാറി സ്വയം മുന്നോട്ട് വളരണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ RCMൽ ജീവിക്കുന്നു. ഒരു കാര്യം വിട്ടുപോയി, 10 വർഷത്തിനപ്പുറം എന്തായിരിക്കണം, ഇല്ലേ? ഇപ്പൊ നമുക്ക് 28-ാം തീയതി വരുമ്പോ ഒരു കാര്യം ഉണ്ടായിരുന്നു. 28-ാം തീയതി വരുമ്പോ പല പുതിയ കാര്യങ്ങളും കേൾക്കും. ഇതുവരെ കേൾക്കാത്തവരും കേൾക്കും. ഗ്ലോബലൈസേഷന്റെ കാലമാണ്. ഏതെങ്കിലും കമ്പനിക്കാര്, മഫത്തിലാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, അംബാനിയുടെ കമ്പനി ആയിക്കോട്ടെ, കൺസ്യൂമേഴ്സിന് എഴുതി കൊടുക്കുന്നുണ്ടോ? ആരും കൺസ്യൂമേഴ്സിന്, പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന് വേണ്ടി കമ്പനി എഴുതി കൊടുത്ത ചരിത്രം ഇന്ന് വരെയില്ല. നമ്മൾ ചരിത്രം എഴുതാൻ പോവുകയാണ്. ഫാഷൻ സ്യൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഇനി അറിയാൻ പോകുന്ന, വരും കാലങ്ങളിൽ അറിയാൻ പോകുന്നത് നമ്മളെ കൺസ്യൂമേഴ്സിന്റെ പേരിലാണ്.
അങ്ങനെ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന ലോകത്തിലെ ആദ്യത്തെ MLM ആയിട്ട് മാറുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ അഭിമാനമുണ്ട്. ഞാൻ 3 വർഷമായി ഇതിനകത്ത് വന്നിട്ട്. ഗിരീഷ് സാർ പറയുമ്പോൾ കുറെ വർഷങ്ങളായി വന്നിട്ട്. ഏറ്റവും കൂടുതൽ വർഷം മുമ്പ് വന്നവർക്ക് ഇപ്പം കോഥാരി സാറ്, മനോജ് കോഥാരി, അവരൊക്കെ ആദ്യം വന്നവരാണ്. ഉയർച്ച താഴ്ചകൾ കണക്കുകൂട്ടി ലോങ് വിഷനുമായിട്ട് വന്നവരാണ്. നമുക്ക് ഒത്തിരി ദൂരേക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും 10 വർഷത്തിനപ്പുറം എനിക്ക് കാണാൻ പറ്റുന്നത്, ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ ചോദിച്ച ചോദ്യം തന്നെ അവിടെ ഉത്തരമാണ്. അന്ന് ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയെ കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് പറഞ്ഞത് ഡോക്ടർ രാജനാണ്. എന്താണ് മാഡത്തിന്റെ ഉദ്ദേശം, എന്തിനാണ് വന്നത്? സാർ, എനിക്കൊരു നാഷണൽ ട്രെയിനർ ആവണം. അപ്പൊ സാറ് പറഞ്ഞത് നാഷണൽ ആയിട്ട് ചുരുക്കണ്ട, ഇന്റർനാഷണൽ ട്രെയിനർ ആയിട്ട് മാഡത്തിന് മാറാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഇന്ന് ആ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്ന വക്കിലാണ്. ഇപ്പൊ നമുക്ക് വരും കാലങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മുടെ ബിസിനസ് ക്ലാസ് എടുക്കാം, ഹെൽത്ത് അവയർനെസ് കൊടുക്കാം, എല്ലാം പറഞ്ഞു കൊടുക്കാം. വരും കാലങ്ങളിൽ ദുബൈയിൽ ഷോപ്പുകൾ, ദുബൈയിൽ മാളുകൾ ഒക്കെ വരും. അപ്പൊ ആട്ട വരുമെന്ന് പറഞ്ഞ കാലം കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, പഞ്ചസാര വരുമോ നിങ്ങളുടെ RCMൽ? ഞാൻ പറഞ്ഞില്ല, പഞ്ചസാര വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഇരിക്കണ്ട, പഞ്ചസാരയും മൈദ ഒഴിച്ച് ബാക്കി എന്തും വരാം. അപ്പൊ ഹെയർ ഡേ വരുമോ? അതും വരില്ല. കാര്യം ഇതൊക്കെ മനുഷ്യന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് പ്രൊമോട്ട് ചെയ്യില്ല. മറ്റെന്തെല്ലാം സാധനങ്ങളുണ്ട് നമുക്ക് കിട്ടാൻ, അതൊക്കെ കിട്ടും. അപ്പൊ 10 വർഷത്തിനപ്പുറം ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരിൽ എത്ര പേരുണ്ടാവും അറിയില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ഉറപ്പ് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതലും. അതെന്റെ മക്കൾ അനുഭവിക്കരുതെന്ന് തീരുമാനിക്കുന്ന ഓരോരുത്തരും ഇന്ന് മുതൽ കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ സാമ്പത്തിക ഭദ്രതയുള്ള മക്കളെ നമുക്ക് കാണാൻ പറ്റണം. ഞാൻ എന്തായാലും ഒരു 110 വരെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ കാണും, എന്നിട്ടേ പോകൂ. പക്ഷെ 110 മക്കൾ എടുത്തിട്ട് തട്ടുന്ന ഒരു അസ്ഥികൂടമായിട്ട് കിടക്കാൻ പാടില്ല. ആ 110 നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. RCMനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ അത് സാധിക്കുമെന്ന് ഇത്രയും ദിവസത്തെ ജീവിതം കൊണ്ട്, RCM ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു ആൾ. ഇനി ഒട്ടും നീട്ടുന്നില്ല. താങ്ക് യു വെരി മച്ച്.